അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകി മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യ ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. തന്റെ ബന്ധുമിത്രാദികളെയെല്ലാം കണ്ട് മമത്വബോധത്താൽ ആവേശഭരിതനായിട്ട് അല്ലെങ്കിൽ ആവേശിച്ചിട്ട് അത്യന്തം കരുണയുള്ളവനായിട്ട് തീർന്നു നമ്മുടെ വില്ലാളി വീരനായിട്ടുള്ള പാർത്ഥൻ, അർജുനൻ, കൗന്ദേയൻ. അദ്ദേഹം തന്റെ സ്വജനങ്ങളെ, തന്റെ കുലത്തിലുള്ള ആളുകളെ എപ്രകാരമാണ് ഉപദ്രവിക്കുക, അവരെ വധിക്കുക എന്നാലോചിച്ച് സ്വധർമ്മത്തിൽ നിന്ന് പിന്തിരിയാനായിട്ട് ആരംഭിച്ചു. ഈ യുദ്ധം കരണീയമല്ല, ഈ യുദ്ധത്തിന്റെ ആവശ്യമില്ല. എന്തിനാ യുദ്ധം ചെയ്യുന്നത്? അവര് ഉപയോഗിച്ചോട്ടെ, വിരോധമല്ല. എന്റെ വല്യച്ഛന്റെ മക്കളാണ്, അല്ലെങ്കിൽ ചെറിയച്ഛന്റെ, അല്ലെങ്കിൽ എല്ലാവരും എന്റെ ബന്ധുമിത്രാദികളാണ്. ഭഗവാൻ തന്നെ അത് പറയുകയും ചെയ്തു. നിന്റെ കുരുവംശത്തിലെ ആളുകളെ നീ കണ്ടുകൊള്ളൂ. ഇത് അർജുനന്റെ മനസ്സിലേക്ക് വളരെ ഗാഢമായിട്ട് ആഴ്ന്നിറങ്ങി. അതിൽ നിന്ന് അദ്ദേഹത്തിന് കുറച്ചു നേരത്തേക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിച്ചില്ല. ഒരു ക്ഷത്രിയന്റെ പരാധർമ്മം, അദ്ദേഹത്തിന്റെ സ്വന്തം ധർമ്മം, സ്വധർമ്മം യുദ്ധമാണ്. യുദ്ധം കരണീയമാണ്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. ഒരു ക്ഷത്രിയന് 6 ഗുണങ്ങളുണ്ട്. ഒരു ബ്രാഹ്മണന് 9 ഗുണങ്ങളും ഒരു ക്ഷത്രിയന് 6 ഗുണങ്ങളും അല്ലെങ്കിൽ 6 കർമ്മങ്ങളും, ഒരു വൈശ്യന് 3ഉം ഒരു ശൂദ്രന് 1ഉം. അങ്ങനെയാണ് ശ്രീമദ് ഭഗവത്ഗീതയില് ഇനി വിവരിക്കാൻ പോകുന്നത്. അതില് യുദ്ധേ ചാപ്യ അപലായനം, ഏത് യുദ്ധമുണ്ടായാലും അതിൽ പങ്കെടുക്കുക, അടുക്കും ചിട്ടയോടും കൂടിയിട്ട് തന്റെ സ്വധർമ്മം അനുഷ്ഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് വീരക്ഷത്രിയ ലോകത്തിലേക്ക് പോകാം. ജയമാണെങ്കിൽ നിനക്ക് സ്വർഗീയമായിട്ടുള്ള ഈ ഭൂമിയില് സ്വർഗതുല്യമായിട്ടുള്ള ജീവിതം നയിക്കാം. അല്ല, ആ യുദ്ധത്തിൽ മരണപ്പെടുകയാണെങ്കിലോ നിനക്ക് സ്വർഗത്തിൽ പോയിട്ട് ഒരു ഭാഗം ഇതുപോലെ മരിക്കുന്നവർക്കായിട്ട് പതിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു 19 ഏക്കർ. അവിടെ പോയിട്ട് സുഖമായിട്ട് കഴിയാം. ഇതാണ് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ. പക്ഷെ ഇവിടെ എങ്ങനെയാണ് സ്വജനങ്ങളെ, സ്വബാന്ധവരെ ഉപദ്രവിക്കുക, വധിക്കുക, അംഗവൈകല്യം വരുത്തുക? ഇത് എത്ര ആലോചിച്ചിട്ടും അർജുനന് പിടികിട്ടുന്നില്ല. അവിടെയാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ ആ മഹത്വം. എന്താണ് സ്വധർമ്മം, എന്താണ് പരാധർമ്മം? അല്ലെ, പരധർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഇനി പുണ്യം കുറച്ച് കുറവായാലും സ്വധർമ്മം അനുഷ്ഠിക്കുക.
സ്വധർമ്മം നിധനം ശ്രേയ. സ്വധർമ്മം ആചരിച്ചുകൊണ്ട് മാത്രമേ ഒരാൾക്ക് ശ്രേയസിലേക്ക് എന്ന് പറഞ്ഞാൽ മുക്തി, മോക്ഷം, പരമപദപ്രാപ്തി, വൈകുണ്ഠപ്രാപ്തി, ഗോലോക വൃന്ദാവന പ്രാപ്തി, ഇങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു മോക്ഷത്തിന് അർഹത നേടുകയുള്ളൂ. ഭഗവാൻ 2 തവണയാണ് പറയാൻ പോകുന്നത് സ്വധർമ്മത്തെ കുറിച്ച്. അതുകൊണ്ട് അർജുനൻ ഇപ്പോൾ ആ മമത്വബോധം കൊണ്ട് എല്ലാം മറന്ന് വളരെയധികം അത്യന്തം കൃപയാല് ആവിഷ്ടനായിട്ട് തന്റെ കർമ്മമെല്ലാം മറന്നിട്ട് ഇദ്ദേഹം പരധർമ്മമായിട്ടുള്ള സന്യാസിമാർക്ക് വേണ്ടിയിട്ടുള്ള ഭിക്ഷാടനത്തെ, അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിലേക്ക് പോകണം, ഞാൻ യുദ്ധം ചെയ്യില്ല, വനത്തിലേക്ക് പോകാം എന്നല്ലൊക്കെയാണ് പറയുന്നത്. ഭിക്ഷാടനം ചെയ്ത് ജീവിച്ചു കൊള്ളാം. അത് ആരുടെ ധർമ്മമാണ്? വാനപ്രസ്ഥാശ്രമികളുടെ, സന്യാസ ആശ്രമം സ്വീകരിച്ചവരുടെ. അപ്പൊ അതെന്തായിട്ട് മാറും? പരധർമ്മമായിട്ട് മാറും, സ്വധർമ്മമല്ല. കാരണം അർജുനൻ ഇവിടെ ക്ഷത്രിയനാണ് 1, പിന്നെ ഗ്രഹസ്ഥനാണ് 2. രണ്ടുപേർക്കും ചേർന്നതല്ല. അപ്പൊ ഇപ്പൊ പറയുന്നില്ല, മറിച്ച് കുറച്ചു കഴിഞ്ഞാൽ പറയാൻ പോകുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അർജുനന്റെ തലയിൽ കയറില്ല എന്ന് ഭഗവാനെ മനസ്സിലായി. ഇപ്പൊ വളരെ നിശബ്ദനായിട്ട് അർജുനന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു മനോരോഗി എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ബുദ്ധിമാനായിട്ടുള്ള ഒരു വൈദ്യൻ, ഒരു ഡോക്ടർ അതെല്ലാം നിശബ്ദനായിട്ട് വളരെ താല്പര്യത്തോട് കൂടിയിട്ട് കേൾക്കുന്ന പോലെ ഇവിടെ ഹിസ്റ്റീരിയ ബാധിച്ച അർജുനന്റെ ഭാഷണങ്ങളെല്ലാം നമ്മുടെ ഗോവിന്ദൻ അച്യുതൻ ശ്രവിക്കുകയാണ്. അങ്ങനെ ആദ്യം തന്റെ ശാരീരിക അവസ്ഥ പറഞ്ഞു, അല്ലെ, എനിക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല, എന്റെ തല കറങ്ങുന്നു, എന്റെ മനസ്സാകെ ചുറ്റിത്തിരിയുന്നു, എന്റെ ശരീരമാസകലം ചുട്ടുനീറുന്നു, വായ, തൊണ്ട എല്ലാം, അല്ലെ, നാവ് എല്ലാം വരണ്ടുണങ്ങുന്നു, ഒന്ന് സംസാരിക്കുവാൻ പറ്റുന്നില്ല, എന്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായിട്ട് അശ്രുക്കളെല്ലാം വരുന്നു, ഒന്നും കേൾക്കാനോ ഒന്നും പറയാനോ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാനസികമായിട്ടുള്ള അവസ്ഥകൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി അല്പം ശാസ്ത്രങ്ങളിൽ നിന്ന്, കാരണം ഇതൊന്നും കേട്ടിട്ട് ഗോവിന്ദന് ഒരു കുലുക്കൂല്ല. അപ്പൊ ഇനി എന്താണ് ഇദ്ദേഹം മറുപടി പറയാത്തത്? ശരി, ഞാൻ ചെറുപ്പകാലത്ത് ഗുരുകുലത്തിൽ നിന്ന്, ആചാര്യന്മാരിൽ നിന്ന് പഠിച്ചിട്ടുള്ള ശാസ്ത്രവാക്യങ്ങളെല്ലാം വേണമെങ്കിൽ ഉരുവിടാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യം വരും ഞാൻ ബുദ്ധിമാനാണ്, അർജുനൻ പറയുന്നതാണ് ശരി എന്ന് വിചാരിച്ച് അദ്ദേഹം പതുക്കെ പതുക്കെ തത്വജ്ഞാനത്തിലേക്ക് മാറുന്നതാണ് കാണുന്നത്. ശരിക്കും ഒരു മനോരോഗികളുടെ ശരിക്കുള്ള ഗുണങ്ങളും അവരുടെ പെരുമാറ്റ രീതികളുമാണ് ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ വേദവ്യാസ മഹർഷി അർജുനൻ എന്ന മനോരോഗിയെ ഇവിടെ ആ പൊടിപ്പും തൊങ്ങലും അദ്ദേഹത്തിന്റെ തൂലികയിൽ കൂടെ ഇവിടെ ചിത്രീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 36 പറഞ്ഞു, അവരെല്ലാം ആദദായികളാണെന്ന് എനിക്കറിയാം ഗോവിന്ദ, എന്നാലും ഞാൻ അവരെ വധിക്കുകയില്ല. കാരണം അവരെല്ലാം എൻ്റെ ബന്ധുമിത്രാദികളാണ്, സ്വജനങ്ങളാണ്. ഇപ്പൊ ആളുകൾ ചോദിക്കും, അന്യമതക്കാരോ നിരീശ്വരവാദികളോ യുക്തിവാദികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസത്തിന്റെ കൈ പിടിച്ചിട്ട് അവിടെ ഹിന്ദുക്കളാണെന്ന് അഭിമാനിച്ച് നടക്കുന്ന ആളുകളും പറയും, നിങ്ങളുടെ കൃഷ്ണൻ എന്ത് ആളാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട. അഹിംസാ പക്ഷക്കാരനായിട്ടുള്ള ഒരു ഉറുമ്പിനെ പോലും നോവിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത നമ്മുടെ അർജുനനെ, കൗന്ദേയനെ നിർബന്ധിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിലെല്ലാം വിഷം കുത്തി വെച്ചിട്ട് അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. അല്ല, തെറ്റ്. അർജുനന് യുദ്ധം നിഷിദ്ധമല്ല, ഒന്നാമത്തെ കാര്യം. യുദ്ധം ചെയ്ത പാപം ഉണ്ടാവോ? ഇല്ല, രണ്ടാമത്തെ കാര്യം. യുദ്ധം ചെയ്യാതിരിക്കുമ്പോഴാണ് പാപം വന്നു ചേരുന്നത്, മൂന്നാമത്തെ കാര്യം. മറിച്ച് അർജുനൻ ഇതിനു മുമ്പും അനേകം യുദ്ധം ചെയ്തിട്ടുണ്ട്. ഭഗവത്ഗീത ഉപദേശിച്ചതിന് ശേഷവും യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അർജുനൻ അഹിംസാ പക്ഷക്കാരനാണോ? അല്ല. അദ്ദേഹത്തിന് അറിയാം അഹിംസ പരമോധർമ്മ. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അഹിംസ പരമമായ ധർമ്മമാണ്. പക്ഷെ ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചാകട്ടെ അത് ഗൗണ രീതിയിലുള്ള ധർമ്മമാണ്, ഗുണത്തിനെ അടിസ്ഥാനമാക്കിയിട്ട്, അല്ലാതെ പരമമായിട്ടുള്ള ധർമ്മമല്ല. സ്വന്തം ജനങ്ങളെ, സ്വന്തം രാജ്യത്തുള്ള ആളുകളെ ക്ഷതം ത്രായതേ ഇത് ക്ഷത്രിയ, ആ ക്ഷതത്തിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ് ഒരു ക്ഷത്രിയന്റെ ധർമ്മം. അതാണ് പരാധർമ്മമായിട്ട് ക്ഷത്രിയന് വിധിച്ചിരിക്കുന്നത്. അങ്ങനെ ദുര്യോധനാദികളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് യുദ്ധം ചെയ്തേ മതിയാകൂ, സ്വധർമ്മം അനുഷ്ഠിച്ചേ മതിയാകൂ. ഇനി ഭഗവാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും അഹിംസാ പക്ഷക്കാരനാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത നമ്മുടെ മതനിരപേക്ഷ തത്വത്തിൽ വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ കൂടെ ഇദ്ദേഹം യുദ്ധം ചെയ്യില്ലായിരുന്നു, അല്ലെ? ശരി ഗോവിന്ദ, അങ്ങ് പറഞ്ഞതെല്ലാം വളരെ നല്ല കാര്യമാണ്. പക്ഷെ
ഞാൻ അഹിംസയിൽ വിശ്വസിക്കുന്നവനാണ്, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാതെ പിന്മാറിയാനെ. പക്ഷെ അദ്ദേഹം കഠിനമായിട്ടുള്ള യുദ്ധം ചെയ്തു. 18 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധം ചെയ്തു. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന 13 വർഷമായിട്ട് പിടിച്ചു വച്ചിരിക്കുന്ന എല്ലാ ത്വരയും ആഗ്രഹങ്ങളുമെല്ലാം ഈ 18 ദിവസം കൊണ്ട് അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ത്വരയുണ്ടായിരുന്നു. ആ ആസക്തികള്, അല്ലെ, ആ വാസനകളെല്ലാം നശിപ്പിച്ചേ മതിയാകൂ. നമ്മുടെ ഉള്ളിലും അനേകം നല്ലതും ചീത്തയുമായിട്ടുള്ള വാസനകളുണ്ട്. അത് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു മുറി 5-6 വർഷത്തോളം അടഞ്ഞു കിടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ ഉള്ളിലേക്ക് പോകാൻ സാധിക്കുമോ? കിണറ്, അല്ലെ, എത്ര ശുദ്ധജലമായാലും അടഞ്ഞു കിടക്കുന്ന, ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറാണെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? അത് വിഷതുല്യമായിട്ട് മാറും. മാലിന്യം 1 മാസത്തോളം കെട്ടിവെക്കുകയാണെങ്കിലോ അതും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളും ചില സമയത്ത് അടക്കി അതിനെ പ്രസ് ചെയ്തു വെക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ചില അപകടങ്ങളെല്ലാം വരുത്തി വെക്കും. ഒരു സത്വഗുണത്തിലുള്ള ഒരു സ്വഭാവക്കാരനെ സംബന്ധിച്ച് അർജുനന്റെ ഗുണങ്ങളെല്ലാം വളരെ നല്ലത് തന്നെയാണ്. ദയ, കാരുണ്യം, അല്ലെ, ഇതെല്ലാം വളരെ നല്ല ഗുണങ്ങളാണ്. പക്ഷെ ഇവിടെ എന്താണ്? അത് ശരിയായിട്ടുള്ള സമയത്തല്ല പ്രവർത്തിച്ചത്, ശരിയായിട്ടുള്ള രീതിയിലല്ല പ്രവർത്തിച്ചത്. അവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. അതിസർവത്ര വർജയെ, അമിതമായി. ശരി, ദയകാരുണ്യമെല്ലാം ഉണ്ടാവണം. പക്ഷെ എപ്പോഴാണ് ഉണ്ടാകേണ്ടത്? യുദ്ധം ആരംഭിക്കുന്നതിന് മുന്നേ, ഒരാഴ്ച മുന്നോ, 1 മാസം മുന്നോ, അല്ലെങ്കിൽ ദൂത് പോയ സമയത്തോ, അല്ലെങ്കിൽ ഇവര് അജ്ഞാതവാസം ചെയ്യുന്ന സമയത്തോ ഒക്കെ ആവാമായിരുന്നു. പക്ഷെ ഇവിടെ പടച്ചട്ടയെല്ലാം അണിഞ്ഞ് ഗാണ്ഡീവമെല്ലാം കയ്യിലേന്തി അതിന്റെ ഞാണെല്ലാം വലിച്ചു കെട്ടി ശത്രുക്കളെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോഴാണ് അർജുനൻ യുദ്ധം കരണീയമല്ല എന്ന് പറയുന്നത്. അവിടെയാണ് തെറ്റുപറ്റുന്നത്. ആളുകൾ വിചാരിക്കും, അർജുനൻ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ പ്രഭു, നല്ല കാര്യങ്ങളാണല്ലോ പറയുന്നത്, അദ്ദേഹത്തിന് ദയ വന്നു, കാരുണ്യം വന്നു, ഇതെല്ലാം ഒരു ഭക്തന്റെ ഗുണങ്ങളായിട്ട് ഇനി പറയാൻ പോകുന്നില്ലേ ഭഗവാൻ? ശരിയാണ്. പക്ഷെ ഇവിടെ അത് വർദ്ധിച്ചു വന്നു, കൂടുതലായി. അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ മാതിരി വളരെയധികം വർദ്ധിച്ചു. മാത്രമല്ല അത് അസ്ഥാനത്തുമാണ്. 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ചില സമയത്തുള്ള അധികമായിട്ടുള്ള നമ്മുടെ ചില കാര്യങ്ങളെല്ലാം നമ്മുടെ സ്വധർമാചരണത്തിന് തടസ്സമായിട്ട് നിൽക്കും. അത് നമ്മളെ ശ്രേയസ്സിലേക്ക് കൊണ്ടുപോകുകയില്ല. അപ്പൊ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഈ വക കാര്യങ്ങളെല്ലാം നമ്മുടെ യുഗധർമ്മം അനുസരിച്ച്, പ്രകൃതി ധർമ്മം അനുസരിച്ച്, ദേശകാലത്തിനനുസരിച്ച്, നമ്മുടെ അവസ്ഥ അനുസരിച്ചിട്ടെല്ലാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശ്രേയസ്സിനെ പ്രാപിക്കാൻ സാധിക്കും. സ്വധർമ്മം നിധനം ശ്രേയ. സ്വധർമ്മം ആചരിച്ചുകൊണ്ട് നമുക്ക് മറ്റൊന്നും ചെയ്യാതെ നമുക്ക് ശ്രേയസ്സിലേക്ക് പോകാം. ഇപ്രകാരം ഇവരെല്ലാം തെമ്മാടികളാണ്, റാസ്കൽസ് ആണ്, ആദദായികളാണ്, അല്ലെ, പല പല നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, ചെയ്യാൻ പാടില്ലാത്ത ധർമ്മത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്ന ദുഷ്കൃത്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ്, ചെയ്തവരാണ്. ഞങ്ങൾക്കെതിരെയും ഇവര് പ്രയോഗിച്ചിട്ടൊക്കെ ഉണ്ട്, ഞങ്ങൾക്കറിയാം. എന്നാലും സ്വജ്ജനങ്ങളായിട്ട് ഇവരെ ഞാൻ വധിക്കുകയില്ല. കാരണം ഇതെന്റെ കുലത്തിന് നാശം വരുത്തി വെക്കും. ഞാൻ കാരണം എന്റെ കുലം, എന്റെ കുരുവംശം നശിക്കാൻ പാടില്ല. ക്ഷത്രിയ വംശവും ക്ഷത്രിയ കുലവും ക്ഷത്രിയ ജാതിയും നശിക്കാൻ പാടില്ല എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് അർജുനന്റെ മനസ്സിലിരിക്കുന്നത്. അങ്ങനെ ഭഗവാനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട്, അച്യുതനെ, ഗോവിന്ദനെ ആ വിഭാഗത്തിലേക്ക് ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അർജുനന്റെ മുഖത്ത് നിന്ന് കേൾക്കാം. ശ്ലോകം 37-38 അതിൽ പറയുകയാണ്, യദ്യപേദേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം നാജ്ഞേയമസ്മാഭിः പാപാദസ്മാനി വർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന. വിവർത്തനം: അല്ലയോ ജനാർദ്ദന, ലോഭാവേശം കൊണ്ട് ഇവർ ബന്ധുഹിംസയിലും സുഹൃത്തുക്കളോട് പൊരുതുന്നതിലും ദോഷം കാണുന്നില്ലെങ്കിലും കുലക്ഷയത്തിൽ നിന്നുണ്ടാകാവുന്ന ആപത്തുകളെ കുറിച്ച് അറിവുള്ള നമ്മൾ ഈ പാപകർമ്മങ്ങളിൽ എന്തിന് വ്യാപൃതരാകണം? വലിയ തത്വജ്ഞാനിയെ പോലെ, വലിയ അറിവുള്ളവനെ പോലെയാണ് ഇവിടെ അർജുനൻ സംസാരിക്കുന്നത്. അദ്ദേഹം പറയാണ്,
അലയോ ജനാർദ്ദന, അലയോ ഗോവിന്ദ, യദ്യപേദേ ന പശ്യന്തി. ഇവര് യഥാർത്ഥത്തില് വസ്തുതകളൊന്നും കാണുന്നില്ല. എന്താ കാണാൻ സാധിക്കാത്തത്? ലോഭോപഹത ചേതസഹ, ലോഭം കൊണ്ട്, അല്ലെ, അമിതമായിട്ടുള്ള ആസക്തി കൊണ്ട്, മറ്റുള്ളവരുടെ ധനം കൈയടക്കണമെന്ന, മറ്റുള്ളവരുടെ ഭൂമി കൈയടക്കണമെന്നുള്ള ആ ആവേശം കൊണ്ട് അവരുടെ ചേതസ്, അവരുടെ ചേതനയുണ്ടല്ലോ, ബുദ്ധി, അതെല്ലാം കെട്ടുകഴിഞ്ഞിരിക്കുന്നു, ആവരണം ചെയ്തിരിക്കുന്നു. അങ്ങനെ ബുദ്ധിയെല്ലാം നഷ്ടപ്പെട്ടവരായിട്ട്, നല്ല ചിന്തകളെല്ലാം പോയവരായിട്ട്. എന്തുകൊണ്ട്? ധനം സമ്പാദിക്കണം, അല്ലെ, അവരെ വധിക്കണം, അവരുടെ സമ്പത്തും കൂടി അടിച്ചെടുക്കണം. ഇങ്ങനെയുള്ള ദുഷ്കൃതികളായിട്ടുള്ള ആളുകളാണ് ദുര്യോധനാദികള്. അതുകൊണ്ട് അവരുടെ ആ ലോഭാവേശം കൊണ്ട്, ആസക്തി കൊണ്ട്, അമിതമായിട്ടുള്ള കാമാസക്തി കൊണ്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണം ഉണ്ടാക്കണം, കുമിഞ്ഞുകൂടണം, ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി കൊണ്ട് അവർക്ക് ശരിയായിട്ടുള്ള ബുദ്ധി എന്തെന്ന് അറിയുന്നില്ല. ബുദ്ധി കെട്ടവരായിട്ട്, അല്ലെ, അങ്ങനെ ധർമ്മം നഷ്ടപ്പെട്ടവരായിട്ട്, ധനേച്ഛയാൽ അവരുടെ മനസ്സെല്ലാം കീഴടക്കപ്പെട്ടു. അവരുടെ മനസ്സിൽ നല്ല ചിന്തകളൊന്നും വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ധർമ്മം എന്തെന്ന് കാണാൻ സാധിക്കുന്നില്ല. അവര് നല്ലതാണ് ചെയ്യുന്നത്, ചീത്തയാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയാണ്? കുലക്ഷയകൃതം ദോഷം, കുലം നശിച്ചാൽ ഉണ്ടാകുന്ന ദോഷത്തെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. കുലം നശിച്ചു കഴിഞ്ഞാൽ എത്രയോ ദോഷങ്ങൾ വരും. അതൊന്നും ഇവർക്ക് നല്ല പോലെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല, അവർക്ക് കാണുവാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? അവര് ധനേച്ഛയാൽ, കാമാസക്തിയാൽ മറ്റുള്ളവരുടെ ധനമെല്ലാം മോഷ്ടിക്കണം, അല്ലെങ്കിൽ അതെല്ലാം പിടിച്ചു വാങ്ങണം എന്നുള്ള ത്വര കൊണ്ടാണ് ഇവര് ജീവിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ബുദ്ധിയെല്ലാം കെട്ടുപോയിരിക്കുന്നു, ശരിയായിട്ടുള്ള ബുദ്ധിയല്ല പ്രവർത്തിക്കുന്നത്. മിത്രദ്രോഹേച്ച പാതകം, മാത്രമല്ല ബന്ധുമിത്രാദികളെ ദ്രോഹം ചെയ്തു കഴിഞ്ഞാലും പാതകം, പാപം വന്നു ചേരും. അപ്പൊ കുലക്ഷയത്തിൽ നിന്നുള്ള പാപം വന്നു ചേരും. ബന്ധുമിത്രാദികളെ ഉപദ്രവിക്കുമ്പോൾ, അവരെ വധിക്കുമ്പോഴുണ്ടാകുന്ന പാപവും വന്നു ചേരും. ഈ രണ്ട് പാപങ്ങളും ആ പാവങ്ങൾ അറിയുന്നില്ല ഗോവിന്ദ. പക്ഷെ ഞങ്ങൾക്കറിയും, എനിക്കറിയും, ഞങ്ങൾ നല്ല പോലെ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ് അല്ല. അവരൊക്കെ ഒന്നും പഠിക്കണ സമയത്തൊന്നും ശരിക്കും പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കാം തോന്നുന്നു ഇവർക്ക് ധർമ്മം എന്തെന്നറിയില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ പാണ്ഡവര്, പ്രത്യേകിച്ചും ഞാൻ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നവനാണ്, അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല. കഥം ജ്ഞേയമസ്മാഭിഹി, എപ്രകാരമാണ് ഈ കാര്യങ്ങളെല്ലാം അറിവുള്ള ഒരു വ്യക്തി യുദ്ധം ചെയ്യുക എന്ന് വെച്ചാൽ, ഞാൻ ഇതെല്ലാം അറിയുന്നവനാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. പാപാദസ്മാനി വർത്തിതും, അറിവുള്ള ഒരാള് ഇതിലൊന്നും ചെന്നപ്പെടാറില്ല. ഇങ്ങനെയുള്ള ബന്ധുജനങ്ങളെ വധിക്കാറില്ല, ഉപദ്രവിക്കാറില്ല, മിത്രങ്ങളെയോ ബന്ധുക്കളെയോ ഒന്നും ദ്രോഹിക്കാറില്ല, കുലക്ഷയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടാറില്ല. അതിൽ നിന്ന് പിന്തിരിയുകയാണ് വേണ്ടത്. ഈ പാപങ്ങളിൽ നിന്നും പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ ഇതിൽ നിന്നും പിന്തിരിയുകയല്ലേ വേണ്ടത്? ചോദ്യമായിട്ടാ ചോദിക്കുന്നത്, എന്ന് വെച്ചാൽ പിന്തിരിയണം എന്നർത്ഥം. കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർ ജനാർദ്ദന, കാരണം ഈ ഒരു വലിയ പാപമാണ് നമ്മളാൽ ചെയ്യാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്തിരികയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഈ മിത്രദ്രോഹവും ബന്ധുമിത്രാദികളെ വധിക്കുന്നതിൽ നിന്നുള്ള, കുലക്ഷയത്തിൽ നിന്നുള്ള ദ്രോഹവുമെല്ലാം വരും, നമുക്ക് പാപം വന്നു ചേരും. അടുത്ത ജന്മം എന്താണെന്ന് അറിയില്ല. ഇതെല്ലാം നന്നായി അറിയാവുന്ന നമ്മള് ഇതിൽ നിന്ന് പിന്തിരിയുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുക. ജനാർദ്ദന, സജ്ജനങ്ങളെ സംരക്ഷിക്കുകയും ദുർജനങ്ങളെ ഹിനസ്തി നരകാദി ലോകാൻ ഗച്ഛന്തി, ആ ദുഷ്കൃതികളായിട്ടുള്ള ആളുകളെയെല്ലാം വധിച്ച് അവർക്ക് മോക്ഷം നൽകുകയും, അല്ലെങ്കിൽ അവരുടെ ശിക്ഷയനുസരിച്ചിട്ട് നരകാദി ലോകങ്ങളിലേക്ക് പറഞ്ഞയക്കാനായിട്ട് ആർക്കാണ് സാധിക്കുന്നത്? സജ്ജനങ്ങളെ അവരുടെ പ്രാർത്ഥനയനുസരിച്ച്, അവരുടെ ഭഗവത് ഭക്തിയുത സേവനം അനുസരിച്ചിട്ട് സ്വർഗലോകങ്ങളിലേക്കും ഉത്കൃഷ്ട ലോകങ്ങളിലേക്കും അവർക്ക് മോക്ഷത്തിനും ആരാണ് അഭ്യുദയ ശ്രേയസ്സിന് കാരണമായിട്ട് ഭവിക്കുന്നത്? അവനാണ് ജനാർദ്ദനൻ. അങ്ങനെ അലയോ ജനാർദ്ദന, അങ്ങ് തന്നെ പറഞ്ഞു തരൂ, ഇവര് ദുഷ്കൃതികളല്ലേ, ഇവര് സജ്ജനങ്ങളല്ലല്ലോ, അതുകൊണ്ട് ഇവരെ വധിക്കുന്നത് കരണീയമാണോ? അങ്ങ് തന്നെ പറഞ്ഞു തരൂ എന്നാണ് ഇവിടെ ജനാർദ്ദന പദത്തിനർത്ഥം. വളരെ താത്വികമായിട്ടാണ് അർജുനൻ പറയുന്നത്. പക്ഷെ ഇവിടെ ധർമ്മം എന്തെന്ന് മനസ്സിലാക്കണം. കാരണം ഇവിടെ ധർമ്മത്തെ കുറിച്ചിട്ടാണ് ഇവിടെ അർജുനൻ പറയുന്നത്. അധ്യായം ആരംഭിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് തന്നെ ധർമ്മ ക്ഷേത്രേ,
ധർമ്മത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. ഏറ്റവും അവസാനത്തെ പദം നോക്കുകയാണെങ്കിലോ മമ ധർമ്മ, ഒരു ജീവാത്മാവിന്റെ, ഒരു മനുഷ്യന്റെ, ഒരു നരന്റെ ധർമ്മത്തെ കുറിച്ചിട്ടാണ് ശ്രീമദ് ഭഗവത്ഗീത വിസ്തരിക്കുന്നത്. സ്വധർമ്മത്തെ കുറിച്ച് അല്ലെ. ജഗസ്ഥിതി കാരണം സകല പ്രാണീനാം അഭ്യുദയ നിശ്രേയസ സാക്ഷാൽ യസധർമ്മ. ഈ ജഗത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ, ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാതും വളരെ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് പ്രവർത്തിക്കുവാനായിട്ട്, സുഖവും ശാന്തിയോടും കൂടിയിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സകല പ്രാണീനാം, പ്രാണനുള്ള സകല ജീവജാലങ്ങളും അവരുടെ സാക്ഷാൽ അഭ്യുദയ നിശ്രേയസ, നിശ്രേയസിനും ഉയർച്ചയ്ക്കും ആ പേരിനും പ്രശസ്തിക്കുമെല്ലാം എന്താണ് അനുഷ്ഠിക്കേണ്ടത്, അതിനെ ധർമ്മം എന്ന് പറയുന്നു. അങ്ങനെയാണ് പരാശര മഹർഷി ധർമ്മത്തിന് നിർവചനം നൽകിയിരിക്കുന്നത്. ഇവിടെ അഹിംസ പരമോ ധർമ്മ, അഹിംസ ഒരു പരിധിവരെ ധർമ്മം തന്നെയാണ്. ദാനം പരമോ ധർമ്മ, ദാനവും ധർമ്മം തന്നെയാണ്. സനാതനത്വം പരമോ ധർമ്മ, നമ്മൾ ശാശ്വതമാണ് എന്നുള്ള അറിവും ധർമ്മമാണ്. പക്ഷെ ആത്യന്തികമായിട്ട് എന്താണ് ധർമ്മം? തു സാക്ഷാൽ ഭഗവത് പ്രണീതം. ധർമ്മമാകട്ടെ ആ ഭഗവാനെ, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാന്റെ നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ച്, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ശ്രവിച്ച് അത് ജീവിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പ്രീണനം ചെയ്യുക, അതാണ് ധർമ്മം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഗോവിന്ദന്റെ, ഭഗവാന്റെ വാക്കുകൾ കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ധർമാചരണത്തിൽ ഒരു വ്യക്തി വ്യാപിക്കുകയാണെങ്കിൽ അവന് വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അവനെ ആ പരമമായിട്ട്, അവരെ മഹാപരിശുദ്ധ ഭക്തന്മാരെന്നും മഹാജനങ്ങളെന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഇവിടെ അർജുനൻ കുറച്ചു നേരത്തേക്ക് ആ മൂഢത്വം കൊണ്ട്, വ്യാമോഹം കൊണ്ട് തെറ്റേത് ശരിയേതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ആ ബന്ധുമിത്രാദികളെയെല്ലാം കണ്ട് അതെല്ലാം എൻ്റെ കുലത്തിലുള്ള ആളുകളാണല്ലോ, എൻ്റെ ജാതിയിലുള്ള, എൻ്റെ വർണ്ണത്തിലുള്ള ആളുകളാണല്ലോ എന്നെല്ലാം വിചാരിച്ച് അദ്ദേഹം തന്റെ സ്വധർമ്മമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഭഗവാൻ സമ്മതിക്കോ? ഇല്ല. കാരണം എന്താണ്? സ്വധർമ്മം അനുഷ്ഠിക്കാതെ പരധർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിൽ 100% നമ്മൾ ചെയ്താലും നമുക്ക് 1 മാർക്ക് കിട്ടുള്ളൂ. പക്ഷെ സ്വധർമ്മം കുറച്ച് തെറ്റ് കുറ്റങ്ങളെല്ലാം കൂടിയിട്ടും ചെയ്യുകയാണെങ്കിലോ നമുക്ക് 99 മാർക്ക് കിട്ടും. ഇനി അത് കുറച്ച് കഴിഞ്ഞാൽ പറയാൻ പോകുന്നുണ്ട് ആ സ്വന്തം ധർമ്മത്തെ കുറിച്ചിട്ടെല്ലാം പറയുന്ന സമയത്ത്. അപ്പൊ ഓരോ വ്യക്തിയും എന്താണ് ചെയ്യേണ്ടത്? അവന്റെ ധർമ്മം നല്ല രീതിയിൽ ആചരിക്കുക, അനുഷ്ഠിക്കുക. ഇനി അതിന്റെ റിസൾട്ട് അറിയില്ല. കാരണം എന്താണ്? കർമ്മണ്യേവ അധികാരസ്ഥേ, കർമ്മം ചെയ്യാൻ മാത്രമേ നമുക്ക് അധികാരം ചെയ്ത് തന്നിട്ടുള്ള പരമാത്മാവ്. ഒരു ജീവാത്മാവിന് അവന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക. പിന്നെ അതിന്റെ കൂലി, ശമ്പളം അതൊക്കെ ആരാ നൽകുന്നത്? ഭൗതിക പ്രകൃതിയും ഭഗവാനും രണ്ടുപേരും കൂടിയിട്ട് പിന്നീട് തന്നോളൂ. അതിൽ നിങ്ങൾ വ്യാകുലത ആകേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, പാപമാണോ പുണ്യമാണോ ലഭിക്കുക, ഇങ്ങനെയുള്ള കുറെ ചിന്തകള് പാവം അർജുനന്റെ തലയിൽ വന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നിശ്ചയമായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യം എടുക്കാൻ, ഉറച്ച തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഭഗവാനെ അടുത്ത അധ്യായത്തിൽ ശരണം പ്രാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതുപോലെ നമുക്കും ചില സമയത്തെല്ലാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ ചെയ്യുന്നത് ധർമ്മമാണോ അധർമ്മമാണോ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ചിന്തകൾ വരും. ആ സമയത്ത് നമ്മൾ നമ്മുടെ ആചാര്യന്മാരെ ശരണം പ്രാപിക്കുക, നമ്മുടെ ദീക്ഷാഗുരുവിനെയും ശിക്ഷാഗുരുവിനെയും ശരണം പ്രാപിക്കുക, ശ്രീമദ് ഭഗവത്ഗീതയെ ശരണം പ്രാപിക്കുക, ഭഗവാനെ ശരണം പ്രാപിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബുദ്ധിയെല്ലാം ശരിയായിട്ട് തെളിഞ്ഞു വരും. അപ്പോ ദദാമി ബുദ്ധിയോഗം തം തേനമാം ഉപയാന്തിതേ, അപ്പോൾ ഞാൻ നിനക്ക് തീർച്ചയായിട്ടും ഞാൻ നല്ല ബുദ്ധി നിനക്ക് ഉപദേശിച്ചു തരും. ഉപദേശിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ സത്യജിത്ത ആനന്ദ സ്വരൂപനാണ്, ഉണ്ട് ഉള്ളില്. പക്ഷെ നേരത്തെ പറഞ്ഞ മാതിരി ലോഭോ പഹത ഛേദസഹ, നമ്മുടെ ബുദ്ധി സത്വരജോ തമോ ഗുണങ്ങളെ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ചിന്തകളെ കൊണ്ട്, നമ്മുടെ ആസക്തിയെ കൊണ്ട്, നമ്മുടെ വാസനകളെ കൊണ്ട് പതുക്കെ പതുക്കെ ആ മാലിന്യമെല്ലാം, കിൽബിഷമെല്ലാം മാറുമ്പോ ശുദ്ധമായിട്ടുള്ള ആ ബുദ്ധി നമുക്ക് തെളിഞ്ഞു വരും. ഇവിടെ ദുര്യോധനാദികള് ഈ ധനേച്ഛ കൊണ്ട്, അല്ല ഭണ്ഡാരം കൊണ്ട്, ഗോധനമുണ്ട്, എല്ലാം ഞങ്ങൾക്ക് വേണം, എല്ലാം ഞങ്ങൾക്ക് വേണം എന്നുള്ള ആ ദുരാഗ്രഹം കൊണ്ട്, അത്യാഗ്രഹം കൊണ്ട് അവരുടെ ബുദ്ധിയെല്ലാം കെട്ടുപോയിരിക്കുന്നു. അവരുടെ ബുദ്ധി കീഴടക്കപ്പെട്ടിരിക്കുന്നു. കീഴടക്കപ്പെട്ട ഒരു വസ്തുവിന് ഉയർന്നു വരുവാനായിട്ട് സാധിക്കില്ല. അതെപ്പോഴും കീഴേ തന്നെ ആയിരിക്കും, മറ്റുള്ള കാര്യങ്ങളായിരിക്കും പ്രവർത്തിക്കുക. അതുകൊണ്ട് അവർക്ക് ഈ മിത്രത്തെയും
ബന്ധുവിനെയും എല്ലാം ദ്രോഹിക്കുന്ന പാതകത്തിൽ നിന്നും അതിനാൽ വന്നു ചേരുന്ന പാപത്തിൽ നിന്നൊന്നും രക്ഷപ്പെടുവാൻ സാധിക്കില്ല. അറിയില്ല അവർക്ക് പാവങ്ങൾ. അപ്പോ അറിയുന്ന നമ്മൾ അത് ക്ഷമിക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കും അല്ലെ. ഒരു മദ്യപാനിയായിട്ടുള്ള ഒരു സുഹൃത്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ? കാരണം മദ്യപിച്ച ലക്ക് കെട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ട് ശരി നീ ഇപ്പൊ വീട്ടിലേക്ക് പോ, കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്നുള്ള ദയയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ അർജുനന്റെ മാർഗം. കാരണം അവരെല്ലാം എന്റെ സ്വജനങ്ങളാണ്. അർജുനനെ ഇപ്പൊ അലട്ടിയിരിക്കുന്ന പ്രശ്നം എന്താണ്? സത്യത്തിൽ യുദ്ധമല്ല, സ്വധർമ്മവുമല്ല, മറിച്ച് സ്വജനം. എന്റെ ആൾക്കാര്, എന്റെ മുത്തച്ഛൻ, എന്റെ അധ്യാപകര്, എന്റെ സുഹൃത്തുക്കള്, എന്റെ ബന്ധുമിത്രാദികൾ, ഇങ്ങനെ എന്റെ എന്നുള്ള ആ മമത്വബോധമാണ് ഇവിടെ അർജുനന് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അത് ഇനിയുള്ള ശ്ലോകങ്ങളിലെല്ലാം അർജുനൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടിന്റെ ഇടയില് നമ്മുടെ തേങ്ങാപ്പീര തിരുകണ പോലെ എന്റെ ആളുകള്, സ്വജനം, സ്വധർമ്മം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കും. എന്തിനാ? ഏതൊക്കെയാണ് ദോഷങ്ങൾ വരുന്നത്, ഏതൊക്കെയാണ് നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? അതാണ് ഇനി അർജുനൻ ഈ കുലക്ഷയ ദോഷം കൊണ്ട് വന്നു ചേരുന്ന പാപങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്ത 3-4 ശ്ലോകങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ മനുസ്മൃതിയിൽ നിന്ന്, പരാശര സ്മൃതിയിൽ നിന്ന്, വസിഷ്ഠ സ്മൃതിയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇനി അത് പറയാൻ പോകുകയാണ്. ശ്ലോകം 39 പറയാണ്: കുലക്ഷയേ പ്രണശ്യന്തി കുലധർമ്മ സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിഭവത്യുത. അലയോ ഗോവിന്ദ, വംശം നശിക്കുന്നതോടുകൂടി ഏറെ കാലമായി പുലർത്തിപ്പോന്ന കുലധർമ്മങ്ങൾ നശിക്കുന്നു. അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. ഇവിടെ പറയാണ് കുലക്ഷയെ പ്രണശ്യന്തി. കുലം നശിക്കുന്ന സമയത്ത് നോക്കൂ, ഇവിടെ കുലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം ഇപ്പോഴത്തെ ജാതി എന്ന് വേണമെങ്കിൽ പറയാം. പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാരണം ചാതുർവർണ്ണ്യമെല്ലാം ഭഗവാനും ബ്രഹ്മാവും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പെരുമാറുക, എല്ലാവരും പരസ്പരം സ്നേഹിക്കുക, സഹായിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ദൃശ്യപ്രപഞ്ചം, ഈ ഭൂമി അല്ലെങ്കിൽ ഈ ലോകം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കും, ഭംഗിയായിട്ട് പ്രവർത്തിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ ധർമ്മവും ഈ വർണ്ണങ്ങളും ആശ്രമങ്ങളും എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ഏതോ കാലഘട്ടത്തില് സവർണ ആളുകൾക്ക് കുറച്ച് മേൽക്കോയ്മ വരികയും അവര് അതിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഇത് ഞങ്ങളുടേതാണ് എന്നുള്ള കുത്തകയിൽ വെച്ചിരിക്കുകയും ആ അവർണർക്ക് അപകർഷതാബോധങ്ങൾ വന്ന് അവര് പറയുന്നതെല്ലാം മറ്റുള്ള ഉയർന്ന ആളുകളെല്ലാം പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിച്ച് അനുവർത്തിച്ചു പോകുന്നതിന്റെ ദോഷങ്ങളാണ് പിന്നീട് കാണാൻ സാധിച്ചത്. ആ പുഴുക്കുത്തെല്ലാം വന്ന് നമ്മുടെ സാമൂഹിക വ്യവസ്ഥകളെല്ലാം നശിച്ചു. മാത്രമല്ല അന്യമതക്കാരുടെ നമ്മുടെ ഹിന്ദുത്വത്തിന്റെ മുകളിലുള്ള ആധിപത്യം കൂടിയായപ്പോ പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിനെയെല്ലാം വൈകൃതമായിട്ട് കണ്ട് അവര് ഇതിനെയെല്ലാം അടിച്ചമർത്താനും ശ്രമിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഈ വർണ്ണാശ്രമ വ്യവസ്ഥ, പ്രത്യേകിച്ചും ഈ ചാതുർവർണ്ണ്യമെല്ലാം ഈ മോശമായിട്ടുള്ള രീതിയിൽ ആളുകൾ പറയുവാനും അതുപോലെ തന്നെ അതിന്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടാനും ആരംഭിച്ചത്. സത്യത്തില് അത് വളരെ നല്ലൊരു സിസ്റ്റമാണ്. ഇപ്പോഴും ആളുകൾ പറയുന്നത് ആ വർണ്ണാശ്രമ വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരണമെന്നാണ്. ആചാര്യന്മാര് പറയുന്നതാണ് കേട്ടോ, മറ്റുള്ള രാഷ്ട്രീയക്കാരല്ല. അവർക്ക് ഇപ്പോഴും മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിനെ ഒരു വിഭാഗം നടത്തിയിട്ട് ഒരു വോട്ട് ബാങ്ക് ആയിട്ട് നിലനിർത്തണം. ഇവിടെ ആചാര്യന്മാരുടെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു ഓഫീസിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒരു സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അല്ലെ. ബുദ്ധിയുള്ള, ആധ്യാത്മിക മാർഗത്തില് ഉന്നതിയുള്ള, മറ്റുള്ളവരെയെല്ലാം നല്ല പോലെ പഠിപ്പിക്കാൻ സഹായിക്കുന്ന ആ ബുദ്ധിയുടെ കേന്ദ്രീകൃതമായിട്ടുള്ള ആളുകളെ കാണാനായിട്ട് സാധിക്കും. അവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്, ബ്രഹ്മജ്ഞാനമുള്ളവര്. അല്ലാണ്ട് അച്ഛൻ ബ്രാഹ്മണനോ അമ്മ ബ്രാഹ്മണിയോ ആയതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗശഃ. ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ ചാതുർവർണ്ണ്യം ഉണ്ടാക്കി എന്നാണ് ഭഗവാൻ ഇനി 4-ാം അധ്യായത്തിൽ പറയാൻ പോകുന്നത്. ഇങ്ങനെ
പ്രജകളെയെല്ലാം സംരക്ഷിക്കുവാനായിട്ട്, അവരുടെ സംരക്ഷകരായിട്ട്, അവരെ ക്ഷതത്തിൽ നിന്നും സംരക്ഷിക്കുവാനായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സേനയാണ് ക്ഷത്രിയന്മാര്. ഇന്നത്തെ പോലീസ്, പട്ടാളം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് സുഖകരമായിട്ട് മാലിന്യങ്ങളൊന്നുമില്ലാതെ, അല്ല കരിഞ്ചന്തയൊന്നുമില്ലാതെ, സുഖമായിട്ട് യാതൊരു വിഷാംശവും കൂടാതെ കൃത്യമായിട്ടുള്ള അളവില് കൃത്യമായിട്ടുള്ള ഗുണങ്ങളോട് കൂടിയിട്ട് ധാന്യങ്ങളും പാലും പാലുൽപ്പന്നങ്ങളും അതുപോലെ തന്നെ കൃഷി സാധനങ്ങളും പയറുവർഗ്ഗങ്ങളും ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നവരാണ് വൈശ്യര്. ഈ 3 വർണ്ണങ്ങൾക്ക്, ഈ 3 വിഭാഗങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ 3 ജാതിക്കാർക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട്, പരിചര്യകളെല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് ശൂദ്രന്മാര്. ഇത് നിങ്ങൾക്ക് ഓഫീസിൽ കാണാൻ സാധിക്കും, അല്ലെ? അതിന്റെ ഓർഗനൈസർ, അവരുടെ വലിയ തത്വചിന്തകർ, സയന്റിസ്റ്റ് ആയിട്ടുള്ള ആളുകള്, ഉടമസ്ഥര്, ബുദ്ധി രാക്ഷസന്മാര്, ബുദ്ധി കേന്ദ്രങ്ങൾ ഓരോന്നോരോന്ന് കണ്ടുപിടിക്കുക, ഓരോന്നോരോന്ന് ബിസിനസിനെ കുറിച്ചിട്ട് അവരിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, ധനം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ബുദ്ധി കൂടുതലും പ്രയോഗിക്കുക, ബ്രാഞ്ചുകൾ തുടങ്ങുന്നത് എങ്ങനെയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ നമ്മൾ ആരംഭിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവര്. 2, ആ മറ്റുള്ള കമ്പനികളിൽ നിന്ന് നേരിടാവുന്ന പ്രതിസന്ധികളെല്ലാം അറിഞ്ഞിട്ട് അതിനെ പ്രതിരോധിക്കുവാനായിട്ട് ശേഷിയുള്ള ആളുകൾ, ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടേഴ്സ്, അങ്ങനെയുള്ള ആളുകൾ. 3, ബിസിനസിനെ കുറിച്ചിട്ട് ബിസിനസ് എക്സിക്യൂട്ടീവ്, അല്ലെ? അതില് ആ പാർട്സ് വിൽക്കുന്ന ആളുകള്, പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളുകള്, പരസ്യങ്ങൾ ചെയ്യുന്ന ആളുകള്, ശമ്പളം കൊടുക്കുന്നവര്, അക്കൗണ്ടന്റ്, ക്ലർക്കുകള്, ഇതൊക്കെ ആ വിഭാഗത്തിൽ പെടും. ഏറ്റവും അവസാനമാകട്ടെ ഈ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവര്, പിയൂൺ, അല്ലെ? അടിച്ചു വാരുന്നവര്, ചായ കാപ്പി ഉണ്ടാകുന്നവര്, ഇവർ തരുന്ന പാഴ്സലുകളൊക്കെ അയച്ചു കൊണ്ടുവരുന്നവര്, ഡ്രൈവർമാര്, ഇങ്ങനെയുള്ള ആളുകൾ. ഇനി സമൂഹത്തിലും സത്യം പറഞ്ഞെന്ന് വെച്ചാൽ സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാവരും തന്നെ ശൂദ്രന്മാരാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കടക്കാരും എല്ലാവരും ശൂദ്രന്മാര് തന്നെയാണ്. കാരണം സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള 3 വർണ്ണങ്ങളെ ആരൊക്കെയാണ് സഹായിക്കുന്നത്, അവരെല്ലാം ശൂദ്രന്മാര് തന്നെ. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അതില് ആ ഡൈലൂട്ടായിട്ട് അതില് ചില ആളുകളുടെ കൈക്കടത്തലുകളും ചില ആളുകളുടെ അതിൽ നിന്നുള്ള പിന്തിരിയലുമെല്ലാം കാരണം അത് പുഴുക്കുത്തു ബാധിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥിതിയായിട്ട് മാറി. ആളുകൾ അതിനെ അംഗീകരിക്കാതെയായി. പക്ഷെ നിങ്ങൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ ഇതിന് നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് കുലക്ഷയം. ഓരോ കുലത്തിനും ഓരോ ധർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ആശേരി, മൂശേരി, തട്ടാൻ, മുടിവെട്ടുന്നവര്, അതുപോലെ തന്നെ കുടങ്ങൾ ഉണ്ടാക്കുന്നവര്, പാത്രങ്ങൾ ഉണ്ടാക്കുന്നവര്, വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നവര്, കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 270ഓളം കുലങ്ങളുണ്ട് മനുസ്മൃതി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഗസറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ജാതി. ഇങ്ങനെ ഓരോ ജാതിക്കും ഓരോ ജോലികളുണ്ട്. അതിലെല്ലാം നല്ല പോലെ വ്യാപൃതനായിക്കൊണ്ട് അതിൽ പ്രാവീണ്യം നേടിയിട്ട് തന്റെ കഴിവ് തെളിയിക്കാൻ പറ്റും. അങ്ങനെയാണ് ഒരു വീട്ടില് ഓരോരുത്തരും തന്റെ പിതാമഹന്മാരും മുത്തച്ഛനും അച്ഛനും എല്ലാം നോക്കും, ഈ കുട്ടിക്ക് ഏതിലാണ് താല്പര്യം, അപ്പൊ അതിന് വിടുന്നു, അല്ലെ? അതിൽ പ്രാവീണ്യം നേടുവാനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ ഓരോ കുടുംബത്തിലുള്ള ആളുകളും ഓരോരോ കലകളിലും തൊഴിലുകളിലുമെല്ലാം വ്യാപൃതരായിട്ട് സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട്, അതാണ് പ്രധാനം, രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഒരേ മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന് ഉന്നതി ഉണ്ടാകും, ആ സമൂഹത്തിന്, ആ കുലത്തിന്, ആ രാജ്യത്തിന്, എന്തിന് ഈ ലോകത്തിനും സമ്പൽ സമൃദ്ധി ഉണ്ടായിരിക്കും. അതാണ് സിസ്റ്റം. ഇനി അതില് അപാകതകൾ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2% അത്രയേ ഉള്ളൂ. ബാക്കി 95-96% പെർഫെക്റ്റ് ആണ്. പക്ഷെ ഇന്നത്തെ ജാതി വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ, സംവരണമെല്ലാം നോക്കുകയാണെങ്കിൽ അതില് 50% തെറ്റാണ് കാണാനായിട്ട് സാധിക്കും. ഓരോ സംസ്ഥാനങ്ങൾ ഇപ്പൊ ഈ സംവരണമെല്ലാം പതുക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തെറ്റ് മനസ്സിലായി അവർക്ക്, ഇത് ശരിയായിട്ടുള്ള രീതിയിലല്ല പോകുന്നത്, ഇത് അർഹതപ്പെട്ടിട്ടുള്ള ആളുകളിൽ എത്തിച്ചേരുന്നില്ല എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് നല്ല കാര്യമാണ് അത്. അങ്ങനെ ഇവിടെ കുലക്ഷയെ പ്രണശ്യന്തി, കുലമെല്ലാം നശിക്കുമ്പോ, പ്രകർഷേണ നശ്യന്തി, വളരെ മോശമായ രീതിയിൽ നശിക്കുമ്പോ. എങ്ങനെയാ നശിക്കുന്നത്? സർവക്ഷത്രിയന്മാരും മരിക്കുന്നു യുദ്ധത്തില്. ഈ യുദ്ധത്തിൽ വന്നിരിക്കുന്നവരെല്ലാം ആരാണ്? എല്ലാവരും ക്ഷത്രിയന്മാര് തന്നെ. 1-2 വൈശ്യന്മാരുണ്ട്, അത്രയേ ഉള്ളൂ.
ബാക്കിയുള്ള എല്ലാവരും ക്ഷത്രിയന്മാരാണ്. അക്ഷത്രിയന്മാരെല്ലാം ഈ യുദ്ധത്തിൽ മരിക്കുകയാണെങ്കിൽ അവരുടെ കുലം നശിക്കുന്നു. അതാണ് കുലക്ഷയെ പ്രണശ്യന്തി. ഈ കുലമെല്ലാം നശിക്കുമ്പോ കുലധർമ്മ സനാതനാഹ, കുലധർമ്മങ്ങളും നശിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഓരോ കുലത്തിനും ഓരോ ധർമ്മമുണ്ട്, ഓരോ സ്വധർമ്മമുണ്ട്, ഓരോ ജോലിയുണ്ട്. അത് ചെയ്യാൻ ആളുണ്ടാവില്ല അല്ലെ. ഈ ക്ഷത്രിയന്മാരൊക്കെ നശിക്കുകയാണെങ്കിൽ ആ ക്ഷാത്രധർമ്മം ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. ശത്രുക്കളെല്ലാം ഇവരുടെ മെക്കിട്ട് കയറും. അങ്ങനെ ഇവരുടെ സ്ത്രീകളെയെല്ലാം ചിലപ്പോൾ പിടിച്ചു കൊണ്ടുപോകും. അല്ലെങ്കിൽ അവിടെ അരാജകത്വം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും, തീവ്രവാദികളും കൊള്ളക്കാരുമെല്ലാം. ഇനി ക്ഷത്രിയന്മാരെല്ലാം മരിക്കുകയാണെങ്കിൽ ഇവരുടെ വീട്ടിൽ ക്ഷത്രിയ സ്ത്രീകളുണ്ട്. അവരെന്ത് ചെയ്യും? ആരെ വിവാഹം കഴിക്കും? അല്ലെ, എല്ലാവരും മരിച്ചു, വിവാഹം കഴിഞ്ഞവരും മരിച്ചു, ഇനി വിവാഹം കഴിക്കാൻ നിൽക്കുന്നവരും മരിച്ചു, ചെറിയ കുട്ടികളും മരിച്ചു, എല്ലാവരും മരിച്ചു. ക്ഷത്രിയ പുരുഷന്മാർ ആരും തന്നെയില്ല. ക്ഷത്രിയ സ്ത്രീകളാണെങ്കിലോ ലക്ഷക്കണക്കിന്. അവർ ആരെ പ്രാപിക്കും? അവര് എങ്ങനെയാണ് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക? അവരുടെ നിലനിൽപ്പ് പ്രകാരമാണ്. കാരണം ആ സമയത്ത് സ്ത്രീകൾക്കൊന്നും ജോലി ചെയ്യാനുള്ള അധികാരമില്ല. അപ്പൊ അവര് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? കാരണം ആ വീട്ടിലത്തെ ചെറുപ്പക്കാര് അല്ലെങ്കിൽ ആ വീട്ടിലത്തെ ഭർത്താക്കന്മാരോ അച്ഛനോ മുത്തച്ഛനോ ആയിരിക്കും ജോലി ചെയ്തിട്ട് ആ കുടുംബം പുലർത്തിയിരുന്നത്. അവരെല്ലാം അപ്പൊ യുദ്ധത്തിലും മരിച്ചു. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അവർക്ക് വേറെ ആളുകളെ വിവാഹം കഴിക്കേണ്ടി വരും. അങ്ങനെ കുലം പതുക്കെ നശിക്കുവാനായിട്ട് ആരംഭിക്കുന്നു. ക്ഷത്രിയ കുലം, അതാണ് കുലക്ഷയെ പ്രണശ്യന്തി. അങ്ങനെ കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോ ക്ഷത്രിയന്മാര് ആരും തന്നെ ഇല്ലാതായിത്തീരുന്നു. അങ്ങനെ അവരുടെ ധർമ്മങ്ങളും സനാതനാഹ, പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭം മുതല് ബ്രഹ്മാവ് അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഇന്ന കുലത്തിന് ഇന്ന ധർമ്മം, ഇന്നവർക്ക് ഇന്ന ജാതി, ഇന്ന ജാതിക്കാർക്ക് ഇന്ന ജോലി, അവരുടെ ആചാര അനുഷ്ഠാനങ്ങള് അല്ലെ. ഓരോ കുലങ്ങൾക്കും നിങ്ങൾക്കറിയാം ഓരോരോ ജാതിക്കാരും എന്തൊക്കെയാണ് ആചരിക്കേണ്ടത്, അനുഷ്ഠിക്കേണ്ടത്, ഏതൊക്കെ ഉത്സവങ്ങളാണ് ചെയ്യേണ്ടത്. ഇന്ന് പകുതി മുക്കാലം നഷ്ടപ്പെട്ടു, അത് വേറെ കാര്യം. ഇനി ചില ആളുകൾ ഇപ്പോഴും അല്ലെ, നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകള് ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവര് ചിലപ്പോൾ നിർബന്ധിച്ച് ചെയ്യിക്കും, അല്ലാണ്ട് ഇപ്പോഴത്തെ തലമുറയൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെ കുലധർമ്മം അനുഷ്ഠിച്ചു പോരുന്ന അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജകളും നിത്യനൈമിത്തിക കർമ്മങ്ങളുമെല്ലാം നശിക്കാൻ ആരംഭിക്കുന്നു. എന്താ കാരണം? പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല, ചെയ്യിപ്പിക്കാൻ ആരുമില്ല. ഉണ്ടായിരുന്ന ആളുകളെല്ലാം യുദ്ധത്തിൽ മരിച്ചു. ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം. ഇപ്രകാരം ഓരോ കുലത്തിന്റെയും ആ ധർമ്മം നശിക്കുമ്പോൾ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം പതുക്കെ പതുക്കെ നശിക്കുമ്പോൾ അധർമ്മം അഭിഭവത്യുത. ആ അധർമ്മം, ധർമ്മം നശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അധർമ്മം ഉയർന്നു വരും അല്ലെ. കാരണം പൂജകളില്ല, നിത്യനൈമിത്തിക കർമ്മങ്ങളില്ല, ആചാരാനുഷ്ഠാനങ്ങളില്ല, ക്ഷേത്ര ദർശനമില്ല, അല്ലെങ്കിൽ ക്ഷത്രിയന്മാരുടേതായിട്ടുള്ള എന്തെങ്കിലും പൂജകളോ കർമ്മങ്ങളോ വ്രതങ്ങളോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ ഇതൊന്നും തന്നെയില്ല. അപ്പൊ എന്താ സംഭവിക്കും? അധർമ്മം പതുക്കെ പതുക്കെ അവിടെ വേറെ അന്യജാതിക്കാരുടെ അന്യമതക്കാരുടെ കൈകടത്തലുകളെല്ലാം ഉണ്ടാകും. അങ്ങനെ പതുക്കെ ഇവരുടെ ധർമ്മത്തിനെയെല്ലാം നശിപ്പിക്കുവാനായിട്ട് അധർമ്മം പതുക്കെ പതുക്കെ ഉയർന്നു വരും അല്ലെ. ഇവിടെ കീഴ്പ്പെടുത്തുന്നു. അധർമ്മം ധർമ്മത്തെ കീഴ്പ്പെടുത്തുകയില്ലേ? കീഴ്പ്പെടുത്തും. അങ്ങനെയാണ്. ഒരു വലിയ സാധനം ചെറിയ സാധനത്തെ കീഴ്പ്പെടുത്തുമ്പോൾ ചെറിയ സാധനത്തിന് പിന്നെ ഉയർച്ച ഉണ്ടാവോ? എന്തെങ്കിലും ചെയ്യാൻ പ്രാപ്തമാവോ? ഇല്ല. അത് ഇങ്ങനെ അടിച്ചമർത്തിക്കൊണ്ട് വളരെ വർഷങ്ങൾ ചിലപ്പോ ഇങ്ങനെ കിടക്കും. നമുക്ക് സംഭവിച്ചത് അതാ. 10,500 വർഷങ്ങൾ വിദേശ ആധിപത്യത്തിൽ നമ്മൾ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട് നമ്മുടെ ധർമ്മമെല്ലാം നശിച്ച് ആവശ്യമില്ലാത്ത മുഗളന്മാരുടെയും അവരുടെയും ഇവരുടെയും എല്ലാം കഥകളാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ഭാരതീയരുടെ വല്ല കഥകളും നമുക്കറിയോ? ഇല്ല. ഇന്നത്തെ തലമുറയ്ക്ക് തീരെ അറിയില്ല. നമുക്ക് പിന്നെ മുത്തശ്ശന്മാരും മുത്തശ്ശികളും എല്ലാം കുറേശ്ശെ പറഞ്ഞു തന്നിട്ട് കുറച്ചെങ്കിലും അറിയാം. ഇന്നത്തെ തലമുറയ്ക്ക് അതും അറിയില്ല. അപ്പൊ അധർമ്മം ഈ ധർമ്മത്തിനെ കീഴ്പ്പെടുത്തുകയില്ലേ ഗോവിന്ദ? ഉവ് എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ അവര് ആ കുലക്ഷയമെല്ലാം നശിച്ചിട്ട് അന്യ ജാതിക്കാരെ അന്യവർണക്കാരെ എല്ലാം വിവാഹം കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? അവിടെ അർജുനൻ പറയാണ്, അധർമ്മ അഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ ശ്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസംഘരഃ. വിവർത്തനം. അല്ലയോ കൃഷ്ണ,
കുലത്തിൽ അധർമ്മം മുന്നിട്ട് നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും. അല്ലയോ വൃഷ്ണികുലത്തിൽ പിറന്നവനെ, സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കും. ഓ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അർജുനൻ പറയുന്നത്. കാരണം താൻ പറയുന്ന വാദഗതികളൊന്നും തന്നെ ഗോവിന്ദൻ, കൃഷ്ണൻ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള വാദഗതികൾ, അല്ലെ, കോടതിയിൽ വാദിക്കുന്ന പോലെ നല്ല സ്ട്രോങ് പോയിന്റുകൾ പറയാം എന്ന് ആര് വിചാരിച്ചു? കൗന്ദയം വിചാരിച്ചു. അങ്ങനെ അർജുനൻ പറയാണ്, അധർമാഭിഭവാത് കൃഷ്ണ, അല്ലയോ കൃഷ്ണ സർവാകർഷക, കറുത്തവനെ. എന്താണ് അധർമ്മം അഭിഭവാത്? ഇതുപോലെ അധർമ്മം ധർമ്മത്തെ കീഴ്പ്പെടുത്തുന്ന സമയത്ത്, അധർമ്മം ഉയർന്നു വരുന്ന സമയത്ത്, പ്രദുഷ്യന്തി കുലസ്ത്രീയ, ഞങ്ങളുടെ കുലത്തിലുള്ള, ഞങ്ങളുടെ ക്ഷത്രിയ കുലത്തിലുള്ള സ്ത്രീകളുണ്ടല്ലോ, ആ കുലസ്ത്രീകള് അവര് പ്രദുഷ്യന്തി, ദുഷ്യന്തി, ദുഷിച്ചു പോകുന്നു. പ്രകർഷേണ ദുഷ്യന്തി, വളരെ മോശമായ രീതിയിൽ ദുഷിച്ചു പോകുന്നു. എന്ന് വെച്ചാൽ ശരീരം വിൽക്കേണ്ടി വരും. കാരണം എന്താണ്? ഇവർക്ക് നിലനിൽക്കണം, ഇവർക്ക് ഭക്ഷണം കഴിക്കണം, വീട്ടില് വയസ്സായിട്ടുള്ള ആളുകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, കുടുംബം പുലർത്തണം, അല്ലെ, ധാന്യങ്ങൾ വേണം, ധനം വേണം, വസ്ത്രം വേണം, മറ്റു സംരക്ഷണം വേണം. അപ്പോ അവര് രണ്ടാമത് വിവാഹം കഴിക്കേണ്ടി വരുന്നു. ആരെ വിവാഹം കഴിക്കും? ക്ഷത്രിയന്മാരെല്ലാവരും മരിച്ചല്ലേ, പിന്നെ ആരെ വിവാഹം കഴിക്കുക? അപ്പോ ബ്രാഹ്മണരെ വിവാഹം കഴിക്കേണ്ടി വരും, പൂജാരിമാരെ വിവാഹം കഴിക്കേണ്ടി വരും, പോറ്റിമാരെ, ശാന്തിമാരെ വിവാഹം കഴിക്കേണ്ടി വരും. ഇല്ലെങ്കിലോ ആ ക്ഷത്രിയന്മാരുടെ താഴെയുള്ള വൈശ്യരെ, ആ വ്യവസായമെല്ലാം ചെയ്യുന്ന, കൃഷിയെല്ലാം നോക്കി നടത്തുന്ന വൈശ്യജാതിയിലുള്ള, വൈശ്യ ആ കുലത്തിലുള്ള ആളുകളെ വിവാഹം കഴിക്കേണ്ടി വരും. അവരെയും കിട്ടിയില്ലെങ്കിലോ ആ ശൂദ്രജാതിയിലുള്ള ആളുകളെ വിവാഹം കഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവര് പ്രദ്യുഷ്യന്തി, അല്ല ആരും തന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവരുടെ ശരീരം ചിലപ്പോൾ വിൽക്കേണ്ടി വരും. എന്റെ കുലത്തിലുള്ള കുലസ്ത്രീകളെല്ലാം ദുഷിച്ചു പോകുന്നു. പ്രകർഷേണ ദുഷ്യന്തി, ആളുകള് അവരെ കുറിച്ച് അപവാദമെല്ലാം പറഞ്ഞു നടക്കാനായിട്ട് ആരംഭിക്കും. അവര് സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടാവും, കുടുംബത്തിൽ നിന്ന് അവർക്ക് വേറെ താമസിക്കേണ്ടി വരുന്നു. ഇങ്ങനെ സകല സ്ത്രീകളും, ഞങ്ങളുടെ കുലത്തിലുള്ള സകല സ്ത്രീകളുടെയും ഈ അവസ്ഥ ഇതാണെങ്കിൽ ഞങ്ങളുടെ കുലം 10-20 വർഷം കൊണ്ട് തന്നെ ക്ഷത്രിയ കുലം എന്നൊരു കുലമേ ഉണ്ടാകില്ല. കാരണം ഈ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ ആര് വേണം? സ്ത്രീകൾ വേണം. സ്ത്രീകളില്ലെങ്കിൽ പിന്നെ എങ്ങനെ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാ? മെഷീനിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഈ യുദ്ധം കരണീയമല്ല. ഈ യുദ്ധം വളരെ വലിയ ആഭ്യന്തര കലഹങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് വിഡ്ഢികളായ ദുഷ്കൃതികളായിട്ടുള്ള ആദദായികളായിട്ടുള്ള ദുര്യോധനാദികൾക്ക് അറിയില്ല, പക്ഷെ എനിക്കറിയാം. നോക്കൂ, ഞാൻ എത്ര നല്ല കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങ് വേഗം തന്നെ എന്നെ തിരിച്ചു കൊണ്ടുപോയിക്കാലും. കാരണം ഈ യുദ്ധത്തിൽ ഉണ്ടാകുന്ന കെടുതികള്, ഈ യുദ്ധാനന്തര ഫലമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങള് എണ്ണിയാലൊടുങ്ങില്ല. വലിയ വലിയ പ്രശ്നങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അയ്യോ, ഞാൻ അത് എന്തുകൊണ്ട് ചിന്തിച്ചില്ല? താങ്കൾക്കെങ്കിലും പറയാമായിരുന്നില്ലേ കൃഷ്ണ ഗോവിന്ദ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? നീ എന്താണ് മൗനിയായിട്ടിരിക്കുന്നത്? നിനക്ക് പറയാമായിരുന്നില്ലേ എന്നൊക്കെയാണ് ഇവിടെ അർജുനൻ വാദിക്കുന്നത്. ഇങ്ങനെ ആ കുലക്ഷയം കൊണ്ട് എന്തുണ്ടാവുന്നു? അധർമ്മം ഉയർന്നു വരുന്നു. അധർമ്മം കൊണ്ട് എന്തുണ്ടാകുന്നു? എന്റെ കുലത്തിലെ സ്ത്രീകളെല്ലാം നശിച്ചു പോകുന്നു. ശ്രീഷു ദുഷ്ടാസു വാർഷ്ണേയ, അലയോ വൃഷ്ണി വംശത്തിൽ ജനിച്ചവനെ, വാർഷ്ണേയ, നിനക്കും ഒരു കുലമുണ്ടല്ലോ. നീ വലിയ വൃഷ്ണി വംശത്തിൽ ജനിച്ചതല്ലേ, ഞാൻ കുരുവംശത്തിൽ ജനിച്ചതാണ് പാണ്ഡുപുത്രനായിട്ട്. നീയും അവിടെ വൃഷ്ണി വംശത്തിൽ ജനിച്ചവനല്ലേ, വസുദേവരുടെ പുത്രനായിട്ട്, വാസുദേവനായിട്ട്. നിനക്കും ഒരു കുലമുണ്ട്. നിന്റെ കുലത്തിലെ ആളുകൾക്ക് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നീ മിണ്ടാതിരിക്കും? നിന്റെ അവസ്ഥ എന്തായിരിക്കും? അത് പറഞ്ഞു കേട്ടോ. അതാണ് വാർഷ്ണേയ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. നിന്റെ വൃഷ്ണി വംശത്തില് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നീ എങ്ങനെയായിരിക്കും പെരുമാറുക? ഞാൻ ചെയ്യുന്ന പോലെയാണോ, വേറെ രീതിയിലാണോ? ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നീ തന്നെ ആലോചിച്ചു പറയൂ. നിന്റെ വൃഷ്ണി വംശത്തിനാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ശ്രീഷു ദുഷ്ടാസു, നിന്റെ കുലത്തിലെ സ്ത്രീകളെല്ലാം ദുഷിച്ചു പോകുകയാണെങ്കിൽ, അധർമ്മമെല്ലാം വന്ന് അന്യജാതിക്കാരെ വിവാഹം ചെയ്യുകയോ അന്യജാതിക്കാരെ വെറുതെ പ്രാപിക്കുകയോ ചെയ്ത് അവരിൽ നിന്ന് ധനമെല്ലാം സ്വരൂപിക്കാൻ വേണ്ടിയിട്ട്, ആ അരച്ചാൻ വയറിന് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ ശരീരം വിൽക്കേണ്ടി വരും ഞങ്ങളുടെ കുലത്തിലുള്ള ആ കുലസ്ത്രീകൾക്ക്. ഇങ്ങനെ നിന്റെ കുലത്തിലും സംഭവിക്കുകയാണെങ്കിൽ നീ അതിന് സമ്മതിക്കൂ? ആലോചിച്ചു നോക്കൂ.
എന്തൊരു വലിയ മഹാപാതകത്തിനാണ്, പാപം ചെയ്യാനാണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ജായതേ വർണ്ണസങ്കരഹ. ഇങ്ങനെ നല്ല കുലത്തിലുള്ള സ്ത്രീകള് ആ അധമ കുലത്തിലുള്ള പുരുഷന്മാരെ പ്രാപിച്ച് അവരിൽ നിന്നെങ്ങാനും കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന വർണ്ണസങ്കരമായിട്ട് മാറുന്നു എന്നാ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം ഇന്ന് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തീവ്രവാദികളെല്ലാം തന്നെ 99.99% തീവ്രവാദികളും കള്ളന്മാരും ആതങ്കവാദികളും എല്ലാം തന്നെ ഇതുപോലെയുള്ള വർണ്ണസങ്കരങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. പഠനം നടത്തിയിട്ടാണ്. കാരണം ആർക്കും വേണ്ടാത്ത കുട്ടികളാണ്. ഒരു സുഖത്തിന് വേണ്ടിയിട്ട് കുറച്ചു നാൾ ജീവിക്കും, കുട്ടിയുണ്ടാവും. എനിക്ക് ഇവരെ കൊണ്ട് നടക്കാൻ പറ്റില്ല, ഈ കുട്ടിയെ വളർത്താൻ പറ്റില്ല. മാതാവോ പിതാവോ അവരെ എവിടെയെങ്കിലും ഉപേക്ഷിക്കുന്നു. പൈസയെല്ലാം കൊടുത്തിട്ടോ പൈസ കൊടുക്കാതെയോ എവിടെയെങ്കിലും ട്രെയിനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്ഷേത്രത്തിലോ അവിടെയോ ഇവിടേക്കോ ഉപേക്ഷിച്ചിട്ട് അവരവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് പോകും. അങ്ങനെ ഈ കുട്ടി വളർന്നു വലുതാവുമ്പോൾ തന്റെ പിതാവ് ആരാണെന്നറിയാതെ, മാതാവ് ആരാണെന്നറിയാതെ സമൂഹത്തിന്റെ ശത്രുത സമ്പാദിക്കുന്നു. അവന് സമൂഹത്തിനോട് അടക്കാനാവാത്ത വിരോധമുണ്ടാകുന്നു. കാരണം അവന് സുഖവും സംതൃപ്തിയുമില്ല, ശാന്തിയും സമാധാനവുമില്ല, ധനമില്ല, പറയാനായിട്ട് അച്ഛന്റെ പേരോ അമ്മയുടെ പേരോ ഇല്ല. സ്കൂളിലും അവൻ അപമാനിതനാകുന്നു. പല സ്ഥലങ്ങളിലും ഏറ്റവും വലിയ ഉദാഹരണമാണ് കർണൻ നമ്മുടെ, അല്ലെ? പല സ്ഥലങ്ങളിലും അപമാന ഭാരം കൊണ്ട് അവൻ പോകുന്നു. അങ്ങനെയാണ് ദുര്യോധനാദികളുടെ ടീമിൽ ചെന്ന് പെടുന്നത്. അല്ലെങ്കിൽ ഇവിടെ സത്യം അറിയുകയാണെങ്കിൽ ആരുടെ കൂടെ ചെന്നാണ്? ഈ പാണ്ഡവരുടെ കൂടെ നിന്നാണ്. അതുപോലെ അവൻ സമൂഹത്തിന് ഒരു ബാധ്യതയായിട്ട് പ്രവർത്തിക്കുന്നു. അവൻ സമൂഹത്തിന്റെ ശത്രുവായിട്ട് മാറുന്നു. കാരണം എന്താണ്? സമൂഹം അവന് അതാണ് കാണുന്നത്. സമൂഹത്തിന്റെ പെരുമാറ്റം, അവനോടുള്ള പെരുമാറ്റം ആ രീതിയിലാണ്. അവൻ തന്തയില്ലാത്തവൻ, തള്ളയില്ലാത്തവൻ, അങ്ങനെ മോശമായിട്ടുള്ള പേരുകളെല്ലാം പറഞ്ഞ് അവനെ ഉപദ്രവിക്കുന്നു. അവന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയാനോ സഹായിക്കാനോ ആരും തന്നെ ഇല്ല. അപ്പൊ ആ സമയത്ത് അവന്റെ ആ അനുഭവങ്ങളും അവന്റെ രോഷവും വിദ്വേഷവും എല്ലാം സമൂഹത്തിന് നേരെയായിട്ട് മാറുന്നു. സമൂഹത്തിനെ നശിപ്പിക്കണം, എന്നെ ഉപേക്ഷിച്ച് അച്ഛനും അമ്മയെയും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ചിന്ത അവന്റെ മനസ്സിലുണ്ടാവുന്നു. അവനാണ് ഇതുപോലെയുള്ള കള്ളനും കൊള്ളക്കാരനും തീവ്രവാദിയുമായിട്ട് മാറുന്നത്. അവന് ഒരു ദയാകാരുണ്യം എന്ന് പറഞ്ഞുള്ള ഒരു അവന്റെ നിഘണ്ടുവിലില്ല. അവന് ബോംബ് വലിച്ചെറിയാനും അവന് ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ചെന്നിട്ട് എല്ലാവരെയും കൊല്ലാനും ഒന്നിനും യാതൊരു മടിയില്ല. കാരണം അവന്റെ അനുഭവം അതുപോലെയാണ്. ജായതേ വർണ്ണസങ്കരക. ആർക്കും വേണ്ടാത്ത കുട്ടികൾ ഉണ്ടാകുന്നു. നമ്മുടെ ധർമ്മം അനുസരിച്ച്, സനാതന ധർമ്മം അനുസരിച്ചിട്ട് നമ്മൾ അതിനെ 4 വിഭാഗമായിട്ട് മാറ്റുന്നുണ്ട്. അനുലോമ ജാതി, അതായത് 4 വർണ്ണങ്ങളുണ്ട്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, 4 വർണ്ണങ്ങൾ. അങ്ങനെ അനുലോമ ജാതി എന്ന് പറയുന്നത് വെച്ചാൽ മുകളിലത്തെ ജാതിക്കാരൻ താഴ്ന്ന ജാതിക്കാരിയെ വിവാഹം കഴിക്കുക, ഉയർന്ന ജാതിക്കാരൻ താഴ്ന്ന ജാതിക്കാരിയെ വിവാഹം കഴിക്കുക. അതാണ് അനുലോമ ജാതി. ബ്രാഹ്മണന് ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, ബ്രാഹ്മണയെ. ഇനി കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? വേണമെങ്കിൽ ക്ഷത്രിയ സ്ത്രീയെ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ അതിന് താഴെയുള്ള വൈശ്യ സ്ത്രീയെ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ അതിന് താഴെയുള്ള ശൂദ്ര സ്ത്രീയെ വിവാഹം കഴിക്കാം. ഇതിൽ നിന്നുണ്ടാകുന്ന കുട്ടികളെല്ലാം, അല്ലെ, അമ്പഷ്ടൻ, ഉഗ്രൻ, വാസവൻ, പാരശവൻ, അങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. ഇതൊക്കെയാണ് അനുലോമ ജാതി. ഇനി താഴേക്ക് മുകളിലോട്ട് പ്രതിലോമ ജാതി. താഴെയുള്ള ജാതിക്കാരൻ മുകളിലുള്ള ജാതിക്കാരിയെ വിവാഹം കഴിച്ചിട്ട് അതിലുണ്ടാകുന്ന കുട്ടികൾ. അങ്ങനെ സംഭവിക്കാലോ. എങ്ങനെ ഇപ്പൊ കാണാറുണ്ട് നിങ്ങൾക്ക്, അല്ലെ? താഴ്ന്ന ജാതിക്കാരെ മുകളിലുള്ള ജാതിക്കാരിയെ വിവാഹം കഴിച്ച് അതിൽ കുട്ടികളെ ഉണ്ടാക്കുക. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? പ്രതിലോമ ജാതി. നേരത്തെ അനുലോമ ജാതി പറഞ്ഞു, ഇനി പ്രതിലോമ ജാതി. അതില് എന്താണ് ഉണ്ടാകുന്നത്? ആയോഗവൻ, ക്ഷത്താവ്, ചണ്ഡാളൻ, ഇങ്ങനെയുള്ള ആളുകൾ അതൊക്കെ ഉണ്ടാക്കും. കാരണം താഴ്ന്ന, അതായത് ക്ഷത്രിയൻ ബ്രാഹ്മണ സ്ത്രീയെ പ്രാപിച്ച് വിവാഹം കഴിച്ച് അതിൽ കുട്ടി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വൈശ്യൻ ബ്രാഹ്മണ സ്ത്രീയെയോ അല്ലെങ്കിൽ ക്ഷത്രിയ സ്ത്രീയെയോ വിവാഹം കഴിക്കുന്നു, ശൂദ്രൻ ബ്രാഹ്മണ സ്ത്രീയിലോ അല്ലെങ്കിൽ ക്ഷത്രിയ സ്ത്രീയിലോ വൈശ്യ സ്ത്രീയിലോ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അവരൊക്കെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ആളുകൾ. പിന്നെ അത് കഴിഞ്ഞ അന്തരാള ജാതി. അന്തരാള ജാതിയുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള ബ്രാഹ്മണൻ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കുട്ടികളിൽ, അതായത് ഈ മിശ്ര സന്തതികളിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും കുട്ടികളിൽ, ക്ഷത്രിയരോ വൈശ്യരിലോ ശൂദ്രരിലോ അല്ല, മറിച്ച് അവര് മറ്റുള്ളവരെ വിവാഹം കഴിച്ചുണ്ടാകുന്ന കുട്ടികളില്
അവരിലെ വിവാഹം കഴിക്കേണ്ടി വരും ചില സമയത്ത്. കാരണം പെൺകുട്ടികളെ ഒന്നും കിട്ടാനില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിലോ ചിലപ്പോൾ വിവാഹം കഴിക്കേണ്ടി വരും, അറിയാതെ വിവാഹം കഴിക്കേണ്ടി വരും. ഇങ്ങനെ ആഭീരൻ, ആവൃതൻ, ഇങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ ഉണ്ടാവും അതില്. ഇങ്ങനെയാണ് 10,270 ജാതി എന്ന് പറയുന്നത്, അങ്ങനെ ഉണ്ടാവും. പിന്നെ അവസാനത്തെയാണ് ഈ വർണ്ണസങ്കരം എന്ന് പറയുന്നത്. അത് ജാതിയല്ല. ഈ അനുലോമ ജാതി, പ്രതിലോമ ജാതി, അന്തരാള ജാതി, 3 ജാതിയേ ഉള്ളൂ. വേണമെങ്കിൽ സങ്കരജാതി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ സങ്കരജാതിയെ ജാതിയായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞിട്ടുള്ള ഏറ്റവും താഴേക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ മിശ്ര സന്തതികളിൽ നിന്ന് അങ്ങനെയുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുക, ഈ മിശ്ര സന്തതികളിൽ നിന്നുണ്ടായിട്ടുള്ള പുരുഷന്മാര് മിശ്ര സന്തതികളിൽ നിന്നുണ്ടായിട്ടുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അതിലുണ്ടാകുന്ന കുട്ടികൾ, എത്രയോ തലമുറകൾ മാറിപ്പോയി നിങ്ങൾ ആലോചിച്ചു, മറിഞ്ഞു പോയി. അങ്ങനെയുള്ള ആളുകളെയാണ് സങ്കരജാതികൾ എന്ന് പറയുന്നത്. ശൂദ്രനില് ആയോഗവൻ, അതുപോലെ തന്നെ പല പല ജാതികളിലെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അവര്. അപ്പൊ അവർക്കൊന്നും ശരിക്കും വിവാഹം ഉണ്ടാവില്ല. അവരെല്ലാം സമൂഹത്തിന് ബാധ്യതയായിട്ട് ആർക്കും വേണ്ടാത്ത കുട്ടികള് അല്ലെ. കാരണം എന്താണ്? വിവാഹത്തിന് വീട്ടിൽ വരുന്ന സമയത്ത് അച്ഛൻ ആരാണ് ഇപ്പോഴും നോക്കാറുണ്ട്, അപ്പോഴും നോക്കാറുണ്ട് അല്ലെ. നോക്കാത്ത വളരെ കുറച്ച് വിരലിലുണ്ടാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ. ജാതകം നോക്കല്, അതുപോലെ തന്നെ പേരിന്റെ പിൻഭാഗത്ത് വാല് എന്താണ്, അത് നായരാണോ, മേനോനാണോ, കുറുപ്പാണോ, അല്ലെങ്കിൽ ഈഴവനാണോ, പട്ടികജാതി പട്ടികവർഗമാണോ, ബ്രാഹ്മണനാണോ, പട്ടരാണോ, അല്ല, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനെ ആ കാലഘട്ടത്തിലും കൂടുതലായിരുന്നു. അപ്പൊ അവര് നോക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വേറെ ജാതിയാണ്, ഈ ആൺകുട്ടിയുടെ അച്ഛനും അമ്മയും വേറെ ജാതിയാണ്. അയ്യോ വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ അവരവിടെ നിന്ന് വിവാഹപ്രായമെല്ലാം കഴിഞ്ഞ് അങ്ങനെ വീടെല്ലാം നിർത്ത് അവർ പുറത്തേക്ക് വരും. അങ്ങനെ അവര് പല പല മാർഗങ്ങളിൽ കൂടെ നശിച്ച് നാരണക്കല്ലായിട്ട് സമൂഹത്തിന് ബാധിതയായിട്ട് ഭവിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. അധർമാഭിഭവാത് കൃഷ്ണ പ്രതുഷ്യന്തി കുലസ്ത്രീയ. ഞങ്ങളുടെ കുലത്തിലെ സ്ത്രീകളെല്ലാം വളരെ മോശമായിട്ടുള്ള രീതിയിൽ നശിക്കുന്ന സമയത്ത് ശ്രീഷു ദുഷ്ടാസുവാർഷ്ണേയ, അലയോ വൃഷ്ണി വംശജ, വൃഷ്ണി കുലത്തിൽ ജനിച്ചവനെ ഇങ്ങനെയുള്ള വർണ്ണസങ്കരങ്ങളെല്ലാം ഉണ്ടാകുന്നു. ഈ വർണ്ണസങ്കരങ്ങൾക്ക്, ഈ മിശ്ര സന്തതികൾക്ക് വല്ല ഉത്തരവാദിത്തം ഉണ്ടാ? ഇല്ല, അവർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. മാത്രമല്ല അവര് ഏത് ജാതിയാണെന്നോ അവർക്ക് എന്താ ആചാരങ്ങള് അനുഷ്ഠാനങ്ങളാണ് തുടർന്നു കൊണ്ടുപോകേണ്ടത്. അമ്മയുടെ ജാതിയിലുള്ള കാര്യമാണോ ഞാൻ ചെയ്യേണ്ടത്? അച്ഛന്റെ ജാതിയിലുള്ള കാര്യമാണോ ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ മുത്തച്ഛൻ പറഞ്ഞു തന്നതാണോ ചെയ്യേണ്ടത്? മുത്തശ്ശി പറഞ്ഞു തന്നതാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടാകുന്നു. അവൻ പറയുന്നു ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എങ്ങനെയാ ഇതെല്ലാതും ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് അതിനേക്കാളും നല്ലത് എന്താണ്? ഒന്നും ചെയ്യാതിരിക്കലാണ്. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട പല പല കാര്യങ്ങളും കാലക്രമേണ നശിച്ചു പോകുന്നു. സങ്കരോ നരകായൈവ കുലജ്ഞാനാം കുലസ്യ ച പതന്തി പിതരോ ഹേഷാം ലുപ്തപിണ്ഡോദകക്രിയാഃ. അലയോ ഗോവിന്ദ, ആവശ്യമില്ലാത്ത ജനവർദ്ധനയുണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾ കളഞ്ഞു കുളിച്ചവർക്കും ജീവിതം നരകതുല്യമാകുന്നു. അധപതിച്ച കുടുംബങ്ങളിലെ പിതൃക്കൾ കാലം തോറും പിണ്ടമോ ഉദകക്രിയയോ കിട്ടായികയാൽ അധപതിക്കും. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ ഗോവിന്ദ? ഇങ്ങനെയുള്ള വർണ്ണസങ്കരങ്ങൾ ഉണ്ടാകുമ്പോൾ, ആർക്കും വേണ്ടാത്ത കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് കുലധർമ്മങ്ങളൊന്നും അറിയില്ല. എന്താണ് ചെയ്യേണ്ടത്? കാരണം പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. പിതാക്കന്മാര് മരിച്ചു, അവരുടെ അച്ഛൻ മരിച്ചു, മുത്തച്ഛൻ മരിച്ചു, വലിയച്ഛൻ മരിച്ചു, ചെറിയച്ഛൻ മരിച്ചു, എല്ലാവരും യുദ്ധത്തിലും മരിച്ചു. അപ്പൊ ഈ ചെറിയ കുട്ടിക്ക് ആരാണ് പറഞ്ഞു കൊടുക്കുക? സ്ത്രീകൾക്ക് ഈ വക പൂജാതി കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നാ സ്ത്രീ സ്വതന്ത്രമർഹസി, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാവുന്നത്, 5000 വർഷങ്ങൾക്ക് മുന്നേ. അപ്പൊ അതുകൊണ്ട് ഈ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യാതെ ഈ കുട്ടിക്ക് ഒന്നും തന്നെ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ സങ്കരോ നരകായ ഏവ, ഈ നരകസന്തതികള്, ഈ സങ്കരവർഗത്തിലുള്ള കുട്ടികള് നരകത്തിലേക്ക് പോകുന്നു, നരകത്തിനായിട്ട് ഭവിക്കുന്നു. ഇവരും നരകത്തിലേക്ക് പോകുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ ഭഗവത് ഭക്തിയുത സേവനം ചെയ്യാത്തത് കൊണ്ട്, സ്വധർമ്മം അനുഷ്ഠിക്കാത്തത് കൊണ്ട്.
കുലജ്ഞാനാം കുലസ്യജ, മാത്രമല്ല കുലത്തിലെ എല്ലാവരെയും നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇവൻ മാത്രമല്ല പോകുന്നത്, ഇവന്റെ അച്ഛനും ഇവന്റെ മുത്തച്ഛനും എല്ലാവരും നരകത്തിലേക്ക് ഇവൻ കൊണ്ടുപോകുന്നു. ഇനി ജനിക്കാൻ പോകുന്നവരെയും കൊണ്ടുപോകുന്നു. എങ്ങനെയാ കൊണ്ടുപോകുന്നത്? പതന്തി പിതരഹ ഏഷാം, ഹി നിശ്ചയമായും തീർച്ചയായിട്ടും, ഏഷാം ഇവരുടെ പിതരഹ പിതൃക്കളെല്ലാം ഒരു 7 തലമുറ 14 തലമുറ 21 തലമുറയെല്ലാം ലുപ്തപിണ്ഡോദക ക്രിയാഹ, ഇവര് പിണ്ടമൊന്നും കിട്ടാതെ ശ്രാദ്ധകർമ്മങ്ങളൊന്നും കിട്ടാതെ ബലിയിടാൻ സാധിക്കാതെ ഉദകക്രിയകളൊന്നും ചെയ്യാൻ സാധിക്കാതെ മോക്ഷപ്രാപ്തിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതെ അത് ലഭിക്കാതെ ഇവര് വീണ്ടും 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 ജന്മമെടുക്കേണ്ടി വരും. വീണ്ടും 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 അധമലോകങ്ങളിലേക്ക് പോകേണ്ടി വരും. അവർക്ക് ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് പോയിട്ട് ഭഗവാനെ പ്രാപിക്കുവാനായിട്ട് യാതൊരു സാഹചര്യവും ഉണ്ടാകുന്നില്ല. അവർക്ക് മനുഷ്യനായിട്ടും ജനിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഭഗവാന്റെ പ്രസാദം കിട്ടാൻ യാതൊരു മാർഗമില്ല. ഈ പിണ്ടോദക ക്രിയകളും ഉദകക്രിയകളും ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഭഗവാൻ വിഷ്ണുവിന് നിവേദിച്ചിട്ടുള്ള ഈ പ്രസാദം കൊടുക്കുകയും ആ പ്രസാദം സൂക്ഷ്മ ശരീരത്തിൽ വന്നിട്ടുള്ള ആത്മാവ് അത് സ്വീകരിക്കുകയും അങ്ങനെ ആ പ്രസാദ ഉച്ഛിഷ്ടം കഴിക്കുന്നതിലൂടെ പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ, അവർക്ക് വേണമെങ്കിൽ നല്ല ജന്മം കിട്ടുകയോ അല്ലെങ്കിൽ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് പോകുകയോ ചെയ്യാം. പക്ഷെ ഈ കുട്ടികൾ ചെയ്യോ? ഞാനൊന്നും ചെയ്യില്ല, എനിക്കറിയില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്തിനാ ചെയ്യണത്? വെറുതെ നഷ്ടമാണ് അതൊക്കെ ചെയ്യണത്. വെറുതെ അവരൊക്കെ ഇപ്പൊ വേറെ ശരീരം കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എന്തിനാ ചെയ്യണത്? അവരൊക്കെ സുഖമായിട്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാരല്ലേ. ഞാൻ നരകതുല്യമായിട്ടുള്ള ജീവിതം നയിക്കണത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ അതിനുള്ള പൈസയില്ല, സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഈ വർണ്ണസങ്കരത്തിൽ ജനിച്ചിട്ടുള്ള കുട്ടികള് അവരുടെ പിതൃക്കൾക്ക്, അച്ഛനമ്മമാർക്കോ മുത്തച്ഛനോ മുത്തശ്ശിക്കോ അവരുടെ മാതാപിതാക്കൾക്കോ ഒന്നും തന്നെ ശ്രാദ്ധകർമ്മങ്ങളോ പിതൃകർമ്മങ്ങളോ ഉദകക്രിയകളോ ദാനധർമാദികളോ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ജീവിതം നയിക്കും. അങ്ങനെ അവരവിടെ പിതൃലോകത്ത് നിന്ന് നോക്കിയിരിക്കും, ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതൊന്നും ലഭിക്കാതെ അവര് വീണ്ടും പിതൃലോകങ്ങളിൽ നിന്ന് അധമലോകങ്ങളിലേക്ക് വീഴേണ്ടി വരും. വീണ്ടും വീണ്ടും ജന്മെടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹരേ കൃഷ്ണ ഭക്തന്മാരെല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബലിയിടണം അല്ലെ? ഈ കർക്കിടവാവ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ തുലാമാസത്തിലെ വാവ് വരുന്ന സമയത്ത്, ശിവരാത്രി വരുന്ന സമയത്തൊക്കെയും സകലരും ബലിയിടാറുണ്ടല്ലോ. ആലുവ അല്ലെങ്കിൽ പരശുരാമ ക്ഷേത്രത്തില്, അല്ലെങ്കിൽ തിരുനാവായ, തിരുനെല്ലി, തിരുവുള്ളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ടല്ലോ. പ്രഭു ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ പ്രഭു നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ ദീക്ഷ എടുത്തവരാ, അല്ലെങ്കിൽ നിങ്ങൾ മന്ത്രം ജപിക്കുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നവരാ, നിങ്ങൾ സത്സംഗത്തിന് വരുന്നവരാ, നിങ്ങളൊന്നും ചെയ്യേണ്ട. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ശാസ്ത്രം എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് ദേവർഷി ഭൂതാപ്ത നൃണാം പിതൃണാം ന കിങ്കരോ നായ മൃണീചരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർമ്മം. അതായത് നിങ്ങള് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനെ, ഗോവിന്ദനെ, ആ മുകുന്ദനെ മോക്ഷം നൽകുവാനായിട്ട്, മോക്ഷപ്രാപ്തിക്ക് ആരാണോ അധികാരി, അങ്ങനെയുള്ള മുകുന്ദനെ സർവാത്മന പരിപൂർണമായിട്ട് ശരണം പ്രാപിച്ചവളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോടോ ബന്ധുമിത്രാദികളോടോ സമൂഹത്തിനോടോ രാജാവിനോടോ അല്ലെങ്കിൽ ദേവന്മാരോടോ ഒന്നും തന്നെ യാതൊരു കടപ്പാടുമില്ല. നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, നിങ്ങൾ വല്ലപ്പോഴും നിങ്ങളുടെ ആഗ്രഹപൂർത്തിക്ക് വേണ്ടിയിട്ട് വല്ലപ്പോഴാണ് നാമം ജപിക്കുന്നത്, ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചിട്ടില്ല, എൻ്റെ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകാറുള്ളൂ, ജപിക്കാറുള്ളൂ, ഞാൻ സത്സംഗത്തിലേക്ക് പോകാറുള്ളൂ, എനിക്ക് എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുവാനോ സ്മരിക്കുവാനൊന്നും സാധിക്കില്ലെങ്കിൽ നിങ്ങൾ ഇടണം. അല്ല, സദാസമയവും സർവത്ര സർവദാ എപ്പോഴും ആ യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസിയത്ത്, അല്ലെങ്കിൽ മത്കർമ്മ കൃത് പരമഹ മദ്ഭക്ത, എങ്ങനെയുള്ള സദാസമയവും നിങ്ങൾ ഭഗവാന്റെ ഭക്തനായിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചിട്ട് സകല നേരവും ഭഗവാന്റെ ചിന്തകളോട് കൂടിയിട്ട് നടക്കുന്നവളാണെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. മറിച്ച് അല്ല, ഇതൊന്നും എനിക്ക് സദാസമയം ചെയ്യാൻ പറ്റില്ല എന്നെങ്കിൽ നിങ്ങൾ 3 വർഷത്തേക്കോ 5 വർഷത്തേക്കോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സമയം, സാഹചര്യം, ധനം ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള സമയത്ത് നിങ്ങൾ ചെയ്യുക. കാരണം അത് ആ ആത്മാവിന് വേണ്ടിയിട്ടായിരിക്കില്ല. ചില സമയത്ത് ആത്മാവിന് ചിലപ്പോൾ ശരീരം കിട്ടിയിരിക്കാം, മറിച്ച് ഭൂതഗണാദികൾക്ക് വേണ്ടിയിട്ടാണ്, പഞ്ചഭൂതങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ചരാചരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം 84 ലക്ഷം ജീവയോനികളുണ്ട്. അതിലെ ഒരു ജീവയോനിയാണ് മനുഷ്യൻ.
അങ്ങനെ മറ്റുള്ള ജീവജാലങ്ങൾക്ക് ആഹാര വിഹാര മൈഥുന മറ്റുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല, അവർക്ക് ഭക്തിയുത സേവനം ചെയ്യാനുള്ള കഴിവില്ല. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഭഗവാന്റെ പ്രസാദം കൊടുക്കുകയാണെങ്കിൽ, ഈ ബലി തർപ്പണങ്ങളും ശ്രാദ്ധകർമ്മങ്ങളും എല്ലാം ചെയ്യുകയാണെങ്കിൽ, ഭഗവാന്റെ ഉച്ഛിഷ്ടം കഴിച്ചുകൊണ്ട് കോഴി, കാക്ക, ഉറുമ്പ്, ചിതല്, മത്സ്യങ്ങള് അല്ലെങ്കിൽ മറ്റു പക്ഷിമൃഗാദികള് ഇതെല്ലാം കഴിക്കുന്നതോട് കൂടിയിട്ട് ഭഗവാൻ അവർക്ക് വേറൊരു ശരീരം നൽകുന്നു, ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ശരീരം നൽകുന്നു. അങ്ങനെ അവർക്ക് വൈകുണ്ഠ പ്രാപ്തിയിലെത്തുവാനായിട്ട് സാധിക്കും. ആ ഒരു കർമ്മമാണ് നിങ്ങളിൽ കൂടെ ചെയ്യുന്നത്. അല്ലാതെ ആ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒരു ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആചാര്യന്മാര് തരുന്നത് ഈ ഒരു ഉത്തരമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യണോ ചെയ്യണ്ടേ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അങ്ങനെ ഭഗവാന്റെ ഭക്തനായിട്ട് സദാസമയവും ആ മുകുന്ദനെ ശരണം പ്രാപിച്ചുകൊണ്ട്, ഗോവിന്ദനെ ശരണം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ സ്വധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതില് അസനാതന ധർമ്മത്തില് അടിയുറച്ചു നിൽക്കുക. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഒരു സംശയമില്ല പ്രഭു. ഹരേ കൃഷ്ണ. അങ്ങനെ പെരുമഴ പെയ്ത് തീർന്നു. ഹരേ കൃഷ്ണ, ചോദിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി, ദണ്ഡവത്. ഹരേ കൃഷ്ണ പ്രഭുജി. അർജുന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു, പക്ഷെ അത് നേരത്തെ പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഒത്തിരി വ്യത്യാസം വന്നിട്ടില്ലേ ഇപ്പൊ? അത് വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് അർജുനന്റെ സ്ഥിതി അനുസരിച്ചല്ല പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നമുക്ക് കമ്പൈൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അർജുനന്റെ അപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അർജുനൻ തന്റെ വാദഗതികൾ പറയുന്നു, അർജുനന്റെ അപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട് ഭഗവാന്റെ വാദഗതികളും പറയുന്നു. പക്ഷെ ഭഗവാന്റെ വാദഗതികൾ അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ്. കാരണം അദ്ദേഹം അത് ധർമ്മം തന്നെയാണ് പറയുന്നത്. പക്ഷെ അർജുനൻ തന്റെ യുഗധർമ്മത്തെ കുറിച്ച് അല്ലെങ്കിൽ തന്റെ ധർമ്മത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്, തന്റെ മാനസികാവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ഭഗവാൻ പറയുന്നത് ലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സദാ എപ്പോഴും പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തില് സൂര്യദേവന് ഉപദേശിച്ച അതേ കാര്യം തന്നെയാണ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ നിനക്ക് ഇപ്പൊ പറയുന്നതും. ഇനി ഒരു 10,000 വർഷം കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. അപ്പൊ ഭഗവാന്റെ കാഴ്ചപ്പാടില് ഭഗവാന്റെ ഉപദേശത്തില് യാതൊരു കുറവുമില്ല. നമ്മള് ശ്രീമദ് ഭാഗവതം വായിക്കുന്നതിന് മുന്നേ ഭഗവത്ഗീത നല്ല പോലെ വായിച്ചിരിക്കണം. ഇല്ലെങ്കിൽ കാരണം ശ്രീമദ് ഭാഗവതത്തില് പല പല ദേശ യുഗധർമ്മങ്ങളാണ് പറയുന്നത്. ചിലപ്പോ നമ്മള് പല പല സ്ഥലങ്ങള് പല പല ആളുകളും പല പല രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഭഗവാൻ ഇവിടെ ഒറ്റ വാക്കേ ഉള്ളൂ, ഒറ്റ ഒരു നിഗമനമേ ഉള്ളൂ. രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ സാഹചര്യത്തിനനുസരിച്ചിട്ട് മാറ്റി പറയുന്ന ഒരു വ്യക്തിയല്ല ഭഗവാൻ. പക്ഷെ അർജുനന് ആ കാലത്തിന്റെ ഇതിനനുസരിച്ചിട്ട് അദ്ദേഹം പഠിച്ചത് മാത്രമേ പറയുന്നുള്ളൂ. കാരണം അദ്ദേഹം ഒരു ജീവാത്മാവാണല്ലോ. പക്ഷെ ഭഗവാൻ പരമാത്മാവായതുകൊണ്ട്, ഭഗവാനായതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ യുഗധർമ്മങ്ങൾ അറിയാം, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാം. അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി. ശരിക്കും